وعلى آله أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, കുവൈത്ത് കേരള ഇസ്ലാമിക് സെന്റർ അതിന്റെ സോഷ്യൽ വെൽഫെയർ വിങ് മെഡിക്കെയർ നടത്തുന്ന റമദാനുമായി ബന്ധപ്പെട്ട് റമദാന്റെ ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് എന്ന വിഷയത്തിലുള്ള ഒരു വെബിനാറിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നാട്ടില് കുവൈത്തില് സമയം 7:45 ഇപ്പൊ നാട്ടിലെ എന്റെ സമയം 10:15 ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ നീയത്ത്. നിങ്ങൾക്ക് തഖ്വ നേടുവാൻ വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ ഒരു കാര്യം ഒന്നും കൂടി ഊന്നി പറയുകയാണ്. അതിൽ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളാണ് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡയറ്റ് പ്ലാനില്ല. നമ്മളിവിടെ റമദാനിലെ ഡയറ്റ് ഡിസ്കസ് ചെയ്യും, അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇതൊന്നും റമദാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റമദാന്റെ പ്രൈമറി എയിം അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതുപോലെ ഇപ്പോ വളരെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. അതായത് ആളുകൾ 14 മുതൽ 16 മണിക്കൂറൊക്കെ വരെ പഞ്ഞമിരിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണങ്ങളൊക്കെ ആളുകൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അള്ളാഹു തന്നിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോമ്പിന്റെ കൂലിയും അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റും നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ കൂട്ടത്തിൽ നമ്മുടെ കുവൈത്ത് ക്യാൻസർ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ യാസർ ഉണ്ട്. അതുപോലെ കുവൈത്ത് സൈക്കാട്രി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഷെഹൻഷായും നമ്മുടെ കൂട്ടത്തിൽ പാനലിസ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമായി ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദഹന സംവിധാനത്തിന് വിശ്രമം കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഫീഡിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഏകദേശം 12 മുതൽ 16 മണിക്കൂർ വരെ ഉള്ള സമയമുണ്ട്. രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെയൊക്കെ നമ്മൾ ഭക്ഷണം നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റമദാന്റെ സമയത്ത് ഈ ഒരു സമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫീഡിങ്ങിൽ ഭക്ഷണം കഴിക്കുന്നത് റെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ദഹന പ്രക്രിയക്ക് നമുക്ക് നല്ലൊരു റെസ്റ്റ് കിട്ടുന്നു. അതിന്റെ ഗുണങ്ങളും ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് ഷുഗർ നിയന്ത്രണം, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എനർജി സോഴ്സ്. ബ്ലഡിൽ ഗ്ലൂക്കോസ് ആണ് നമ്മളായിട്ട് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ആവും. അപ്പോൾ അത് തന്നെ ഒരു ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയുന്നു, ട്രൈഗ്ലിസറൈഡ് കുറയുന്നു, ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഹൃദയാരോഗ്യവും മെച്ചപ്പെടുന്നുണ്ട്. അതുപോലെ ശരീരഭാരം ശരിയായ രൂപത്തിൽ കൃത്യമായ കാലറി ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കൂടുതൽ കഴിക്കാതെ അത് കൃത്യമായ ഒരു കാലറിയോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇന്റൻഷനോടുകൂടി നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ശരീരഭാരവും നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടോഫേജ് എന്ന് പറയുന്നത് ശരീരം സ്വയമായി ക്ലീൻ ചെയ്യുന്ന, സ്വയമായി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫേജ്. 2016 ഇതിന്റെ ഒരു ഇതിന്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇതിന്റെ പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്നതിന് ഒരു നൊബേൽ സമ്മാനം കിട്ടുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങുകളൊക്കെ ആളുകൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വന്നു തുടങ്ങിയത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ രാവിലെ സുഹൂറിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഏകദേശം 6 മണിക്കൂർ ബ്ലഡ് ഗ്ലൂക്കോസ് ഈ പറയുന്ന എനർജി ഈ പറയുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എടുക്കുക. 6 മണിക്കൂറിന് ശേഷം വീണ്ടും ഭക്ഷണമൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ അത് വീണ്ടും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ എനർജി വെച്ചിട്ടാണ് നമ്മുടെ ശരീരം പിന്നീട് പ്രവർത്തിക്കുക. അതൊരു 8 മണിക്കൂർ വരെ ആ രൂപത്തിൽ ശരീരം പ്രവർത്തിച്ചു തുടങ്ങും. വീണ്ടും ഒരു 8 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഈ കോശങ്ങൾ ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന കോശങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡാമേജ് ആയി കിടക്കുന്ന കോശങ്ങൾ ഉണ്ടാവും. അതിൽ ചുറ്റും പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീനുകളൊക്കെ വീണ്ടും ഒന്ന് ഡീഗ്രേഡ് ചെയ്ത് ശരീരം അത് തന്നെ എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോഫേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലെ ഒരു ക്ലീനിങ് പ്രക്രിയയാണ് ഇവിടെ നടക്കുക. ഇതുകൊണ്ട് പലധികം ഗുണങ്ങളുണ്ട്. ഒന്ന് ക്യാൻസർ, നമ്മൾ ഈ പറയുന്ന
ക്യാൻസർ അറിയുമല്ലോ, നമ്മൾ ശരീരത്തിലെ കോശങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അടിക്കടി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. ഈ ഒരു പ്രോസസ്സിൽ ഓട്ടോഫേജിലൂടെ ക്യാൻസർ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ വാർദ്ധക്യം, നേരത്തെയുള്ള വാർദ്ധക്യം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു പരിധി വരെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒബീസിറ്റി പോലുള്ള രോഗങ്ങൾ, അതുപോലെ അതുമായി ബന്ധ PCOD, സ്ത്രീകളിൽ കുട്ടികളിലൊക്കെ കാണുന്ന PCOD പോലുള്ള രോഗങ്ങൾ, ഡയബറ്റിക്, പ്രധാനപ്പെട്ട ഡയബറ്റിക് രോഗങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ഓട്ടോഫേജിലൂടെ നമുക്ക് നടക്കുന്നതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രക്രിയയാണ് ഈ പറയുന്ന ഫാസ്റ്റിംഗ്. റമദാൻ മാസം നമ്മൾ നോമ്പെടുക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഇഫ്താറിനോട് അടുക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആളുകൾ പഞ്ഞം കിടക്കുന്ന 16 മണിക്കൂറൊക്കെ പഞ്ഞം കിടക്കുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് റമദാൻ 30 ദിവസം നമുക്ക് കിട്ടുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. പ്രത്യേകിച്ച് ഈ ഓട്ടോഫേജ് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണായ ഇൻസുലിൻ ലോ ആയിരിക്കണം. ഇൻസുലിൻ എപ്പോഴാണ് ലോ ആയിട്ടിരിക്കുക? നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇൻസുലിൻ ലോ ആയിട്ടിരിക്കുക. അപ്പോൾ ഇൻസുലിന്റെ ലെവല് കൂട്ടുന്ന കുറേ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൃത്യമായി റമദാനിലും അവോയ്ഡ് ചെയ്യണം, അല്ലാത്ത സമയത്തും അവോയ്ഡ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓട്ടോഫേജും ഇങ്ങനെയുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ നമ്മൾ റമദാനിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായി ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. എന്താണ് റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒക്കെ അതിന്റെ ബ്രാൻ അല്ലെങ്കിൽ അതിന്റെ ഔട്ടർ കവറിങ്, ആ ഒരു ഫൈബർ കളഞ്ഞതിന് ശേഷം അത് പൊടിച്ച് റിഫൈൻഡ് ആക്കി മൈദയായിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് റിഫൈൻഡ്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതുപോലെ മറ്റുള്ള പല ഭക്ഷണങ്ങളും, ഈ സ്വീറ്റ്സ് ആണെങ്കിലും പേസ്ട്രി പോലുള്ള ഭക്ഷണങ്ങൾ, വറുത്തെടുക്കുന്ന ഭക്ഷണം, ട്രാൻസ് ഫാറ്റ് കൂടുതലുള്ള, ഷെൽഫ് ലൈഫ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ഇൻസുലിന്റെ ലെവൽ കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ റമദാൻ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് വൈറ്റ് റൈസ് ഒഴിവാക്കുക, ഷുഗർ കൂടുതലുള്ള, സ്വീറ്റ്സ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. അതുപോലെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് സമോസ പോലുള്ള ഭക്ഷണങ്ങൾ, അതാണല്ലോ നമ്മൾ സാധാരണ കൂടുതൽ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുക. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സമോസ ഏകദേശം 200-250 കാലറി വരും. നമ്മൾ ഒരു സമോസയിൽ നിർത്തൂലല്ലോ, കൂടുതൽ 2-3 സമോസയിലേക്ക് എത്തുമ്പോൾ 700-750 കാലറിയിലേക്ക് എത്തും. മാത്രമല്ല, ഒരു ദിവസത്തെ നമ്മുടെ കാലറി എന്ന് പറയുന്നത് 2000-2000 കാലറി മാത്രം മതിയാവും. അപ്പൊ അതൊന്ന് പ്രത്യേകം നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഒരു ഐഡിയൽ ഒരു ഇഫ്താർ എന്ന് പറയുന്നത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. അതായത് നിങ്ങൾ 3-1 ഭക്ഷണം കഴിക്കുക, 3-1 വെള്ളം കുടിക്കുക, 3-1 വയർ ഒഴിച്ചിടുക. ഇതാണ് ഐഡിയലി നമുക്ക് സുന്നത്തുമായിട്ട് അടുത്ത് നിൽക്കേണ്ടത്. എങ്ങനെ നോമ്പ് തുറക്കണം എന്ന് പറയുന്നത്, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക, അതിനുശേഷം ലബൻ ഉണ്ടെങ്കിൽ ലബൻ കുടിക്കുക, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം. ഈത്തപ്പഴവും വെള്ളവും ലബനുമായിട്ടാണ് നോമ്പ് തുറക്കുക. അതിനുശേഷം നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകും. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കണം. പക്ഷെ സാധാരണ നമ്മൾ കുവൈത്തിലൊക്കെ കണ്ടുവരിക, പള്ളിയിലൊക്കെ നോമ്പ് തുറക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഭക്ഷണം കഴിക്കും. കാരണം ഒരു 10-15 മിനിറ്റ് നമുക്ക് മഗ്‌രിബിന്റെ സമയത്ത് ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്ത് തന്നെ പള്ളിയിൽ ഭക്ഷണം, കൂടുതൽ നമ്മൾ ചോറാണ് കഴിക്കുക, വൈറ്റ് റൈസ് ആണ് കൂടുതൽ നമ്മൾ കഴിക്കുക. ഞാൻ പറയുന്നത്, ഇത് കഴിക്കുകയാണെങ്കിൽ തന്നെ അതൊരു മോഡറേറ്റ് അത്ര കഴിക്കാൻ പാടുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് അതിന്റെ കൂട്ടത്തിൽ ഗ്യാസും എല്ലാം ഗൾപ്പ് ചെയ്ത് നമുക്ക് പിന്നെ ത്രാവിയ നിസ്കരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മൾ പലപ്പോഴും എത്തപ്പെടുന്നുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, അത്രയും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറയുന്ന ഓട്ടോഫേജ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ റമദാൻ മാസത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക. കാരണം അത്രയും ഭക്ഷണം ഭയങ്കരമായി നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂട്ടുകയും ഈ ഒരു പ്രോസസ്സ് അവിടെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യപ്പെടും. മാത്രമല്ല, ഐഡിയൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, നമ്മൾ ടേബിളിലൊക്കെ, വീട്ടിലാണെങ്കിൽ ടേബിളിലൊക്കെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കുക എന്നുള്ളതാണ് ഐഡിയലി. നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരു പ്ലേറ്റിൽ എടുക്കുക. ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ 4/1 ഭാഗം കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഒന്ന് സിമ്പിളും ഒന്ന് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഗുണം എന്ന് പറയുന്നത്, അത് പതുക്കെയുള്ളൂ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യപ്പെടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഓട്സ് അങ്ങനെ ഒരു ഉദാഹരണമാണ്. മില്ലറ്റ്സ്, റാഗി പോലുള്ള അതുമായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന വൈറ്റ് റൈസ് കൊണ്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ബിരിയാണി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണുള്ളത്. കഴിക്കുകയാണെങ്കിൽ തന്നെ വളരെ മോഡറേഷനിൽ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒരു 30% അല്ലെങ്കിൽ 25% പ്രോട്ടീൻ വേണം നമ്മൾ കഴിക്കാൻ. കുറച്ച് കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി തരിക, അതിന്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ ഒരു 25-30% പ്രോട്ടീൻ കഴിക്കുക. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയാവാം, ദാലാവാം,
അല്ലെങ്കിൽ വോളായിട്ടുള്ള അതിപ്പോ കടല പോലുള്ള പ്രോസസ്സ് ചെയ്യപ്പെടാത്ത പ്രോട്ടീനുകൾ നമ്മൾ കഴിക്കാൻ. എഗ്ഗ് നല്ലൊരു സോഴ്സ് ആണ്, ബീഫ് നല്ലൊരു സോഴ്സ് ആണ്, ചിക്കൻ നല്ലൊരു സോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടീൻ അതിന്റെ കൂട്ടത്തിൽ കഴിക്കുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, കാരണം ഈ വെജിറ്റബിൾസും പ്രോട്ടീനും ഒക്കെ ഒരുമിച്ച് വേണം. ഫൈബർ നമുക്ക് നിർബന്ധമായിട്ടും കിട്ടണം. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ്. ഇത്രയും ഇത്രയും കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ശരീരത്തിലേക്ക് കിട്ടും. അതിനുശേഷം പിന്നെ ത്രാവ്യ നിസ്കരിക്കുന്നു, ഇഷ നിസ്കരിച്ചു. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് യോഗട്ട്, പ്രത്യേകിച്ച് ഗ്രീക്ക് യോഗട്ട് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയറ്റിലുള്ള മൂവ്മെന്റും അതുപോലെ നല്ലൊരു പ്രോട്ടീന്റെ സോഴ്സുമാണ് ഗ്രീക്ക് യോഗട്ട്. ഇത്രയും സാധനം മാത്രം നമ്മൾ നോമ്പ് കഴിച്ചാൽ മതി. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഇബാദത്തുകളുടെ ചൈതന്യം വർദ്ധിക്കാനൊക്കെ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, ബ്ലോട്ടിംഗ് പോലുള്ള ഗ്യാസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഇത്രയും ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട്, മാത്രമല്ല ആവശ്യത്തിനുള്ള കാലറി നമുക്ക് കിട്ടുകയും കൂടി ചെയ്യും. അതിനുശേഷം നമ്മൾ സുഹൂറിലേക്ക് വന്നാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വെള്ളം കുടിക്കുക എന്നുള്ളത്. ഏകദേശം 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോമ്പില്ലാത്ത സമയം എത്ര ഗ്ലാസ് വെള്ളമാണ് ഒരു ദിവസം കുടിക്കുക, അത്രയും വെള്ളം തന്നെ ഇഫ്താർ മുതൽ, ഒരുമിച്ച് കുടിക്കണമെന്നുള്ളതല്ല, ഇഫ്താർ മുതൽ സുഹൂർ വരെയുള്ള സമയം കൊണ്ട് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അധികം ക്ഷീണമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കും. പിന്നെ സുഹൂറിന്റെ സമയത്ത് നമുക്ക് ഈ പറയുന്ന ഓട്സിന്റെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ആവാം, പിന്നെ കുറച്ച് പ്രോട്ടീന്റെ സോഴ്സും ആവണം, പിന്നെ ഈ യോഗട്ട്, ഈ ഗ്രീക്ക് യോഗട്ടോ ഒക്കെ ആവാം. പിന്നെ ഈ കഫീൻ പോലുള്ള അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ചെറിയ മോഡറേഷനിൽ ഒരു കുറച്ച് ചെറിയ ചായ, അത് കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ തലവേദന ഉണ്ടാവുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് കൂടുതൽ വാട്ടർ ഡീഹൈഡ്രേഷൻ നമുക്ക് ഉണ്ടാക്കും. ഇത്രയും കാര്യങ്ങളാണ് ഡയറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ഇനി ഒരു ചോദ്യം എനിക്ക് എന്റെ സഹ പാനലിസ്റ്റായ ഡോക്ടർ യാസറിനോടാണ് ചോദിക്കാനുള്ളത്. ഇസ്ലാം രോഗികൾക്ക് നോമ്പെടുക്കാൻ നിഷ്കർഷിച്ചിട്ടില്ല. എന്നാൽ രോഗമുള്ള പല ആളുകളും നോമ്പ് എടുക്കാറുണ്ട്. ഏതൊക്കെ രോഗം ഉള്ളവർക്കാണ് നോമ്പ് എടുക്കാൻ കഴിയുക? അതുപോലെ ആരൊക്കെയാണ് നോമ്പ്, ഏതൊക്കെ രോഗമുള്ള അവസ്ഥകളാണ് നോമ്പിൽ നിന്ന് വിട്ട് നിൽക്കുന്നത്? സൗണ്ട് കുറവാണ്. സൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് നല്ല സൗണ്ട് ഉണ്ട്. നിങ്ങൾ മൈക്കൊന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്, സ്പീക്കർ ഒന്ന്. സൗണ്ട് നമുക്കെല്ലാം നല്ല സൗണ്ട് ഉണ്ട്. സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർ യാസറിനോടാണ് ചോദിക്കാനുള്ളത്. ഡോക്ടർ യാസർ ഇവിടെ കുവൈറ്റ് ക്യാൻസർ സെന്ററിൽ ഡോക്ടറാണ്. ഡോക്ടർ യാസറിനെ ക്ഷണിക്കുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മളുടെ അവതരണത്തില് നോമ്പിൽ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മെഡിക്കൽ സൈഡിലേക്ക് ഒന്ന് പോകാന്ന് വിചാരിക്കുന്നു. എൻ്റെ 2 മിനിറ്റ് എൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ, പ്രസന്റേഷൻ ഒന്ന്. കാണുന്നുണ്ടോ അല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ നോമ്പുകാരിൽ ഈ രോഗികളായിട്ടുള്ള ആൾക്കാർ നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ആരൊക്കെ നോമ്പ് ഒഴിവാക്കണം, ഏതൊക്കെ രോഗികളാണ് നോമ്പ് ഒഴിവാക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് ചെറിയൊരു ഫസ്റ്റ് സ്ലൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഞാനിങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്, പക്ഷെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതൊക്കെ രോഗികളാണ് നോമ്പ് ഒഴിവാക്കേണ്ടത്? ഇതിൽ ഡയബറ്റീസിന് കൊടുത്ത് എല്ലാ ഡയബറ്റീസും എല്ലാ പ്രമേയ രോഗികളും നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. അത് പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന രോഗികളാണെങ്കിൽ, 3 നേരം 4 നേരം ഇൻസുലിൻ എടുക്കുന്ന രോഗികളാണെങ്കിൽ അവർക്ക് നോമ്പ് എടുക്കുന്നത് റെക്കമെൻഡഡ് അല്ല. അവർ തീർച്ചയായിട്ടും നോമ്പ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഈ ഷുഗർ തീരെ കൺട്രോൾ ആവാത്ത രോഗികളുണ്ടാവും. വളരെ ഹൈ ഷുഗറും അതുപോലെ വളരെ ലോ ഷുഗറും ആയി പോകുന്ന രോഗികളും നോമ്പ് ഒഴിവാക്കുന്നതാണ് ഉത്തമം. രണ്ടാമതായിട്ട് ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഹൃദ്രോഗികളും നോമ്പ് ഒഴിവാക്കണമെന്നില്ല. പക്ഷേ ഒരു പുതിയതായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ അറ്റ്ലീസ്റ്റ് ഒരു ആദ്യത്തെ 2-3 മാസം ആ മെഡിക്കേഷൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാലാവധിയാണ്. ആ ഒരു പീരീഡിൽ അവർ നോമ്പ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ രോഗികളുണ്ടാവും. അപ്പോൾ അവർക്കും ആദ്യത്തെ 6 മാസത്തിൽ ഈ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അവരും ആ ഒരു കാലാവധിയിൽ
നോമ്പ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമതായിട്ട് വരുന്നത് കിഡ്നി രോഗമുള്ള ആൾക്കാർ. കിഡ്നി രോഗികൾ, പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ നോമ്പെടുക്കാൻ പാടില്ല. കാരണം അവരുടെ ലവണങ്ങളിലുള്ള ആ ഒരു സന്തുലിതാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് നോമ്പ് റെക്കമെൻഡഡ് അല്ല. കാരണം അവർക്ക് അത്യാവശ്യം നമ്മളെ ഫ്ലൂയിഡും ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉള്ളത് കൊണ്ട് അവർക്കും നോമ്പ് റെക്കമെൻഡഡ് അല്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ. വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിൽ മെയിൻലി പാങ്ക്രിയറ്റൈറ്റിസ്, കോളിസിസ്റ്റൈറ്റിസ്, ഇതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, അതുപോലെ അൾസറുള്ള ബ്ലീഡിങ് അൾസർ, അതുപോലെയുള്ള ഈ ഡൈജസ്റ്റീവ് പരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അസുഖങ്ങളിൽ നോമ്പ് എടുക്കുന്നത് അത്ര റെക്കമെൻഡഡ് അല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അഞ്ചാമത്തെ കാറ്റഗറി വരുന്നത് ക്യാൻസർ പേഷ്യൻസ് ആണ്. ക്യാൻസർ പേഷ്യൻസ്, എല്ലാ ക്യാൻസർ പേഷ്യൻസും നോമ്പ് ഒഴിവാക്കണമെന്നില്ല. പക്ഷേ ആക്റ്റീവായിട്ട് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ടാവും. അവർക്ക് നോമ്പ് ഒഴിവാക്കുന്നതാണ് ഉത്തമം. കാരണം വെച്ചാൽ അവർക്ക് അതിൻ്റെതായ സൈഡ് എഫക്റ്റും കാര്യങ്ങളും, അതുപോലെ കറക്റ്റ് ന്യൂട്രീഷനും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വരുന്നത് സിവിയർ ഇൻഫെക്ഷൻ എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നന്നായി ഒരു പനിച്ച് പെട്ടെന്ന് വന്ന പനി, ചുമ, ജലദോഷം, ന്യൂമോണിയ, വയറിളക്കം, ഛർദി, എന്തോ ആവാം. അങ്ങനെ അസുഖമുള്ള ആൾക്കാർ നോമ്പ് ഒഴിവാക്കുന്നതാണ്. ആ അസുഖം മാറുന്നത് വരെ അവർക്ക് പിന്നെ നോറ്റ് വീട്ടേണ്ടി വരും. എന്നാലും ആ ഒരു അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ വരുന്നത് മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയാൻ കാരണം, ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് മാനസികമായിട്ടുള്ള രോഗി നോമ്പെടുക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വരുന്ന മാനസിക രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് വരുന്ന ഡിപ്രഷൻ, അങ്ങനത്തെ പെട്ടെന്ന് നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ, ആ രോഗം മാറുന്നത് വരെ ആ രോഗിക്ക് നോമ്പെടുക്കേണ്ടതില്ല. അതുപോലെ പിന്നെ അതിൽ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രഗ്നൻ്റ് ആയാലും ലാക്ടേഷൻ ആയുള്ള മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീകൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥയിലാണെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. അവസാനമായിട്ട് ഇതിലൊരു കാറ്റഗറി കൂടെ ആഡ് ചെയ്യേണ്ടത്, നല്ല വയസ്സായ ആൾക്കാരുണ്ടാവും. അവർക്ക് ഓൾറെഡി നല്ല ശോഷിച്ചിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ വീണ്ടും ഡൗൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലുള്ളവരും കൂടി നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഏതൊക്കെ രോഗികൾക്ക് നോമ്പ് എടുക്കാം എന്നതിനെ കുറിച്ച് ചെറിയൊരു നോട്ടും കൂടെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിപ്പിക്കാം. അതിൽ എല്ലാ അസുഖങ്ങളും, എക്സാമ്പിൾ ഇപ്പോൾ ബ്ലഡ് പ്രഷർ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും, അത് നമ്മൾ കൺട്രോൾഡ് ആണ്, മരുന്ന് കഴിച്ച് കൺട്രോൾഡ് ആണ്. മരുന്ന് കഴിച്ച് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് നോമ്പ് കണ്ടിന്യൂ ചെയ്തതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത്, അത് അടുത്ത ചോദ്യത്തിൽ നമ്മൾ വരുന്നുണ്ട്, എങ്ങനെ മരുന്ന് കഴിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ ക്യാൻസർ രോഗികൾ, ക്യാൻസർ ക്യൂർഡായി, കീമോതെറാപ്പി ഒന്നുമില്ല, ഓൺലി ഫോളോ അപ്പ് ആണെങ്കിൽ അവർക്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല. ഹാർട്ട് ഡിസീസ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇനീഷ്യൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെ മരുന്നുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇനി നോമ്പെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോമ്പെടുക്കുന്നതിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. അതുപോലെ കിഡ്നി ഡിസീസ് ആണെങ്കിൽ പോലും, തുടക്കത്തിലുള്ള കിഡ്നി ഡിസീസ് ആണ്, ഡയാലിസിസ് ഒന്നുമില്ല, മരുന്ന് കഴിച്ച് കറക്റ്റ് കൺട്രോൾഡ് ആണെങ്കിൽ എടുക്കാം. അതുപോലെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ പോലും നമുക്ക് മരുന്ന് നമ്മളെ സുഹൂറിന് മുന്നേയും അതുപോലെ ഇഫ്താറിന് ശേഷവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല അതിലും കുഴപ്പമില്ല. അതുപോലെയാണ് ഈ തൈറോയിഡിന്റെ അസുഖങ്ങൾ. തൈറോയിഡിന്റെ അസുഖങ്ങളിൽ പ്രത്യേകിച്ച് നോമ്പ് ഒഴിവാക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ഇല്ല. ഒഴിവാക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. തൈറോയിഡ് സ്റ്റോം, അതുപോലെ സിവിയർ ഹൈപ്പർ തൈറോയിഡ്സ് ഒക്കെ വരുന്ന അവസ്ഥയിൽ മാത്രമേ നോമ്പ് ഒഴിവാക്കേണ്ടതുള്ളൂ. അതുപോലെ ഈ ശ്വാസപരമായ അസുഖങ്ങളുണ്ടല്ലോ, ആസ്മ, COPD എന്നൊക്കെ പറയുന്ന അസുഖങ്ങളിലൊന്നും നമ്മൾ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. കറക്റ്റ് മരുന്ന് മാത്രം എടുത്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. അവസാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ, പ്രഗ്നൻസി, ലാക്ടേഷൻ, വേറെ കോൺട്രാൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഇൻഷാല്ല. ജസാക്കല്ലാഹു ഖൈറൻ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വോയിസ്? കേൾക്കണം. ജസാക്കല്ലാഹു ഖൈറൻ. ഡോക്ടർ യാസിർ ഇവിടെ നമ്മളോട് നോമ്പ് എടുക്കേണ്ടത് ആരൊക്കെ, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ടത് ആരൊക്കെ എന്നുള്ളത് കൃത്യമായി നമ്മളോട് സൂചിപ്പിക്കപ്പെട്ടു. ഇനി എനിക്ക് നമ്മുടെ സുഹൃത്ത്
ഷഹൻഷാ അടുത്താണ് ചോദിക്കാനുള്ളത്. ഷഹൻഷാ ഇവിടെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. റമദാൻ മാസത്തിൽ പലപ്പോഴും നമ്മുടെ ഉറക്കത്തിന് ഒരു പ്രശ്നം വരാറുണ്ട്. നമ്മുടെ പാറ്റേൺ തന്നെ മാറിപ്പോകും. കാരണം രാത്രിയിലുള്ള ഖിയാമുൽ നമസ്കാരം, ത്രാവിയ നമസ്കരിക്കുന്നു, പിന്നെ ഇബാദത്ത്, ഖുർആൻ പാരായണം, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ ഒന്ന് മാറിപ്പോകാറുണ്ട്, അല്ല ഉറക്കം കുറഞ്ഞ് വരാറുണ്ട്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും നമ്മൾ പകല് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ, ഹൈപ്പോഗ്ലൈസീമിയ, എന്താ പറയുക, പെട്ടെന്നുണ്ടാവുന്ന ഒരു റിയാക്ഷൻ ടൈം, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ ഒരു ആക്സിഡന്റിലേക്ക് വരെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ, അല്ലെങ്കിൽ ഈ ഉറക്കത്തിന്റെ പാറ്റേൺ ശരിയാക്കാനും അതുപോലെ ഡ്രൈവിംഗിലെ ഈ അവസ്ഥകളിലൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരാനും എന്ത് ഉപദേശമാണ് ഷഹൻഷാക്ക് കൊടുക്കാനുള്ളത് എന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. യാസ്ര, ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ സുബിൻ പറഞ്ഞതുപോലെ ഉറക്കം എന്നുള്ളത് ഒരു മെയിൻ തിങ് ആണ്. നമ്മുടെ മറ്റുള്ള അസുഖങ്ങളെ പോലെ അല്ല. നമ്മുടെ ഉറക്കം ഇല്ലായ്മ അല്ലെങ്കിൽ ഉറക്കം കിട്ടിയില്ല എങ്കിൽ തന്നെ നമ്മുടെ ബയോളജിക്കൽപരമായിട്ടുള്ള എല്ലാ റുട്ടീനും തന്നെ മാറ്റപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ സുബിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ റമദാൻ മാസത്ത് പ്രത്യേകിച്ചും നമ്മുടെ റൊട്ടീൻസ് മാറുകയാണ്. അതായത് നമ്മൾ രാവിലെ ആഹാരം കഴിക്കുന്നില്ല. നോർമലി ആഹാരം കഴിച്ചിരുന്നോണ്ടൊരു വ്യക്തി ഡേ ടൈമിൽ ഫുഡ് കഴിക്കാതെയും നൈറ്റിൽ ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ നൈറ്റിലുള്ള നമ്മുടെ ഇബാദത്ത് കാര്യങ്ങളാൽ പലർക്കും ആ ഒരു ഉറക്കം പാറ്റേൺ വളരെയധികം വ്യത്യാസപ്പെടും. ഈ വ്യത്യാസപ്പെടുന്ന സമയത്ത് ആക്ച്വലി നമ്മളെ അറിയാതെ തന്നെ നമ്മളെ പല പല രോഗങ്ങളും തന്നെ നമ്മളെ വന്നുകൂടും. അത് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മെയിൻ തിങ് ആണ് അതിൻ്റെ അകത്തുള്ളൂ. കാരണം രാവിലെ നമ്മൾ കഴിക്കാതിരിക്കുകയും രാത്രി കഴിക്കുകയും ചെയ്യുന്നു. ഈ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ ഇപ്പം സുവിൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെവി ഫുഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം, സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. അതേപോലെ തന്നെ ഇയർലി ഫുഡ് കഴിക്കുക. അതായത് നമ്മളിപ്പോൾ തറാവി വന്നതിന് ശേഷം ഒരു ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തറാവിക്ക് മുമ്പ് നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ മുമ്പ് കഴിക്കുക. തറാവിന് പോകുന്നതിന് മുമ്പ് തന്നെ അതിൽ ഹെവി ഫുഡുകൾ ഒഴിവാക്കുക. ഈ ചായ, കോഫി ഇതൊക്കെ ഉപയോഗിച്ച് വരുന്നവരാണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ചാൽ ഈ കഫീൻ നമ്മുടെ ഉറക്കത്തെ വളരെയേറെ ബാധിക്കും, ചായയും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പലരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മൊബൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയും അതിലൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നവരുമാണ്. അങ്ങനെ നമ്മൾ ഈ ലൈറ്റ് അണച്ചിട്ട് നമ്മൾ മൊബൈലിലേക്ക് നോക്കുന്ന സമയത്ത് മൊബൈലിലെ വെട്ടം മാത്രം നമ്മുടെ കണ്ണിൽ അടിക്കുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക്. ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈഗ്രെയിനും അതേപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് വരെ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് ഉറങ്ങുകയല്ല. അപ്പം അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ, അതേപോലെ ആ ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് മെന്റൽ ഇൽനെസ് വളരെ പെട്ടെന്ന് നമുക്ക് വരും, നമ്മൾ അറിയാതെ തന്നെ വരും. പല റമദാന് ശേഷം പല ആൾക്കാരും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ അവർ വന്നിട്ടുണ്ട്, അവർക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് പഴയതുപോലൊരു ലൈഫിലേക്ക് റിട്ടേൺ പോകാൻ പറ്റുന്നില്ല. ഞാൻ റമദാനെ ഇത് പറയുകയല്ല, കാരണം നമ്മളെ ആ റമദാനെ ആ രീതിയിൽ കാണാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഫുഡുകൾ അമിതമായി കഴിക്കുകയും ഈ ഉറങ്ങേണ്ട സമയത്ത് ക്രമമായി ഉറങ്ങാതിരിക്കുകയും, മിനിമം നമ്മളൊരു 6 to 7 hours നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഉപരി നമ്മൾ ഉറങ്ങിയില്ല എങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ നമ്മളെ ബാധിക്കും. മെന്റൽ ഇൽനെസ് ഫുള്ളി റിലേറ്റഡ് ടു ഈ നമ്മുടെ സ്ലീപ്പിലാണ്. ഈ പറയുന്ന പോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി, നമുക്ക് ചിലപ്പം അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന വേറൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റും, ഇവനെന്താ പഴയതെക്കാട്ടും കൂടുതൽ ഇവൻ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, ഇവനൊരു കാര്യത്തിൽ പെട്ടെന്ന് ഒരു ഹറി കാണിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ഉറക്കമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു അസുഖമായിട്ട് മാറും. പിന്നെ നമുക്ക് ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ് ഒരു ഓർമ്മക്കുറവിലേക്കും മാറും. ബൈപ്പോളാർ, നമ്മൾ പല ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ട് മെയിനായിട്ടും
നമ്മളത് ഇമ്പോർട്ടൻ്റ് തിങ് ആണ്. നമ്മൾ അതിലൊരു കറക്റ്റ് ഒരു പാറ്റേൺ നമ്മൾ നിയന്ത്രിക്കണം. കാരണം നമുക്ക് ഉറക്കമില്ലാതെ ഉറക്കം ഒഴിച്ചുകൊണ്ട് നമ്മൾ പോയി തറാവി നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കുന്ന കാര്യവും നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഉറക്കവും പോകും. അതിലൂടെ നമ്മുടെ ഹെൽത്തും പാടായി പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നമ്മുടെ ചായ, കോഫി, അതേപോലെ തന്നെ ഹെവി ഫുഡുകൾ, പിന്നെ ഷുഗർ കണ്ടന്റുള്ള ഫുഡുകൾ രാത്രി കുറയ്ക്കുക. മധുരമുള്ള ആഹാരങ്ങൾ, പറഞ്ഞ മൊബൈൽ യൂസേജ് കുറയ്ക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പല ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ട്. അതുപോലെ ഈ ഉറക്കം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ജോലിക്ക് രാവിലെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ ഉറക്കം നമ്മുടെ കണ്ണിലേക്ക് വരാറുണ്ട്. അപ്പം അവർക്ക് ഉറങ്ങണമെങ്കിൽ വണ്ടി ഒന്ന് സൈഡിലേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു സ്നാപ്പ് എടുത്ത് ഒന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇല്ല എങ്കിൽ ഒരു കോ വർക്കർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ 1-2 പേരുമായിട്ടൊരു വാഹനത്തിൽ പോകുക. ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ തന്നെ ഒരേ ജോലിക്ക് അല്ലെ ഒരേ റൂട്ടിൽ പോകുന്നവരാണെങ്കിൽ കൂടെ പോവുക, അവരുമായിട്ട് സംസാരിച്ച് വരിക. സിഗ്നലിൽ നമ്മൾ നിർത്തുന്ന സമയത്ത് ചില സിഗ്നലുകൾ 2-1 മിനിറ്റൊക്കെ ഉള്ള സിഗ്നലുകളുണ്ട്. ആ സിഗ്നലുകളിൽ ചിലപ്പം പലരും ഉറങ്ങിപ്പോകാറുണ്ട്. നമ്മൾ വണ്ടി എടുക്കാൻ മറക്കുന്നവരുണ്ട്, ദൂരെ നിന്ന് വരും ബാക്കിൽ കൊണ്ടൊന്ന് ഇടിക്കാറുണ്ട്. അപ്പം അത് നമുക്ക് ഒരാളെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനും സംസാരിച്ചു പോകാനും അത്രയ്ക്ക് ഉറക്കം വരുവാണെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ലേറ്റായി കുറച്ച് ഉറങ്ങിയിട്ട് വന്നാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ ഇഫ്താറിന് വേണ്ടിയിട്ട് കുറച്ച് റഷ് കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെയും കുറച്ച് ആക്സിഡന്റുകൾ വരും. കാരണം നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മളും അപകടത്തിൽ പെടുകയാണ്, നമ്മൾ മറ്റൊരാളെ അപകടത്തിൽപ്പെടുത്തും. അപ്പൊ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട. കാരണം വീട്ടിലേക്ക് വന്ന് കുടുംബങ്ങളായിട്ട് ഇരുന്നൊന്ന് ഇഫ്താറിൽ പങ്കെടുക്കാമെന്ന് കരുതിയാണ് നമ്മൾ വരുന്നത്. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ അതിൽ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അതൊരു മീൻവെയിൽ നമുക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. കാരണം നമുക്കത് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പറ്റില്ല എങ്കിൽ നമ്മൾ നൊയമ്പ് എത്രയും പെട്ടെന്ന് മുറിച്ചിട്ട് ഒരു റോഡിലൊരു ഹറി കാണിക്കാതെ നമ്മൾ വരിക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ റംസാനുമായിട്ട് ബന്ധപ്പെട്ട് എക്സർസൈസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ ഈ ഒരു മാസക്കാലം. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് നമ്മുടെ സുബിൻ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന എക്സസൈസുകളിൽ ഒന്ന് എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ നടത്തം, ജോഗിങ്, അതുപോലെ ജോയിന്റ് മൊബിലിറ്റി എക്സസൈസുകൾ, അതുപോലെ ഈ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്തതാണ്. അപ്പൊ ഈ ഒരു എക്സസൈസിന്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് സ്ഥിരമായി വേണം. അതിൽ എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസുകളാണ്, അതുപോലെ ജോയിന്റ് മൊബിലിറ്റി എക്സസൈസുകൾ ആവശ്യമാണ്, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ആവശ്യമാണ്. ഇനിയിപ്പോൾ റമദാൻ മാസത്തിൽ നമ്മൾ വന്നാൽ നമുക്ക് ആളുകളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് സ്ഥിരമായി ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു തരം ആളുകളുണ്ടാവും, ഒരു കൂട്ടർ ആളുകളുണ്ടാവും. പിന്നെ രണ്ടാമത് സ്ഥിരമായി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ എക്സസൈസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടാവും. ഇത് കൂടാതെ വേറൊരു ഗ്രൂപ്പ് എക്സസൈസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ഉണ്ടാവും. ഇനി ഇവർക്കെല്ലാം റമദാൻ മാസത്തിൽ എക്സസൈസുകൾ ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ, ഈ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് 2 ഓപ്ഷനാണ് സമയത്തിലാണ് എക്സസൈസ് ചെയ്യാൻ കഴിയുക. ഒന്ന് ഇഫ്താറിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഇഫ്താർ കഴിഞ്ഞ് തറാവിയ കഴിഞ്ഞുള്ള സമയം അവർക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ഇഫ്താറിന് മുമ്പുള്ള സമയം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, വെള്ളം കുടിക്കാൻ കഴിയില്ല, ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എഫക്റ്റീവായിട്ട് ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല, ഇപ്പൊ ഫാറ്റ് ബേണിംഗ് ആണ് ആളുകളുടെ എയിം എങ്കിൽ, ഫാറ്റ് കൂടുതൽ പോകണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. റമദാന് മുമ്പ് തന്നെ അങ്ങനെ ഒരു നിയത്തോടു കൂടി അല്ലെങ്കിൽ മുമ്പ് തന്നെ ചെയ്തു വരുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇഫ്താറിന് മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കുറവായിരിക്കും, ഫാറ്റ് കുറച്ച് കൂടുതലായിട്ട് ബേൺ ചെയ്യാൻ ആ സമയത്ത് സാധിക്കും. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയം ഇബാദത്തുകൾ വളരെ സ്വീകരിക്കുന്ന, ദുആക്കളൊക്കെ സ്വീകരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് നമ്മൾ പള്ളികളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്തുകയാണ് കൂടുതൽ വേണ്ടത്. അല്ലാതെ ആ സമയത്ത് ഒരു എക്സസൈസിന് വേണ്ടി മെനക്കെടേണ്ടതില്ല. കാരണം നമുക്ക് കൂലി കിട്ടുന്ന അല്ലെങ്കിൽ റമദാൻ മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു സമയത്ത് നമുക്ക് നടക്കും. ഞാൻ പറഞ്ഞത് എക്സെപ്ഷൻ ആയിട്ട് ആർക്കെങ്കിലും ആ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത്
തറാവിയ ഒക്കെ കഴിഞ്ഞ് ഒരു 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ അതിനകത്ത് നടപ്പ് 20 മിനിറ്റ് നടപ്പാക്കാം. ഒന്നല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ വീടിനുള്ളിൽ ചെയ്യാം, ട്രെഡ്മില്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണോ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് അങ്ങനെ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ജോയിന്റ് മൊബിലിറ്റി എക്സസൈസ്, എല്ലാ ജോയിന്റിനും മൂവ്മെന്റ് കിട്ടുന്ന തരത്തിലുള്ള എക്സസൈസുകളാക്കാം. കുറച്ചൊരു സ്ട്രെങ്ത് ട്രെയിനിങ്ങും ആക്കാം. എല്ലാം കൂടെ ഒരു 40 മുതൽ ഒരു 1 മണിക്കൂർ വരെ ആഴ്ചയിൽ 4 മുതൽ 5 ദിവസം വരെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ്, അത് ഈ പറയുന്ന മസിലാണ് ഏറ്റവും വലിയൊരു ഓർഗൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗപ്പെടുത്തുകയും ഈ പറയുന്ന നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉറക്കം ശരിയാവും. അതുപോലെ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹാപ്പി ഹോർമോൺസ്, എക്സസൈസ് വഴി ഉണ്ടാവുന്ന ഹാപ്പി ഹോർമോൺസ് ആണ് എൻഗഫാരിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ്. ഇത് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ നമുക്കൊരു മനസ്സിലൊരു ശാന്തതയും സമാധാനവും, അതും കൂടാതെ നമ്മുടെ ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കാനും നമുക്ക് കഴിയും. ഈ ഒരു രൂപത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു കൂട്ടർ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എന്ന് അവർക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് റമദാൻ എന്ന് പറയുക. കാരണം നമസ്കാരത്തിന് ശേഷം ചെറിയ തോതിലുള്ള ഒരു സ്റ്റെബിലിറ്റി എക്സസൈസ് ഒക്കെ അവർക്ക് ചെയ്തു തുടങ്ങിയാൽ റമദാന് ശേഷം സ്ഥിരമായി അവർക്ക് എക്സസൈസിലേക്കൊക്കെ പോകാൻ സാധിക്കും. എങ്ങനെ പോയാലും ഒരു ആഴ്ചയിൽ 3 മുതൽ 4 ദിവസം വരെ കൃത്യമായി ഒരു വ്യായാമം ശീലിക്കുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ എന്താ കണ്ടുവരിക, റമദാന് ശേഷം ഒന്നും കൂടെ ഭക്ഷണം കഴിച്ച് തീരെ അവശനായി ക്ഷീണിതനായി നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്യുക. അതിന്റെ ആവശ്യം ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് നമ്മുടെ ശരീരവും ഫിറ്റ്നസും കൂടെ നോക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ ബെനിഫിറ്റുകളൊക്കെ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടാനുള്ള, പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ജാസ്ർ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അപ്പൊ അതിൽ ഡോക്ടർ യാസറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ റമദാൻ മാസത്തിന് മുമ്പ് സ്ഥിരമായി മരുന്ന് കഴിച്ചു വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ചില സമയത്ത് പകല് 3 നേരം മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇനി മാത്രമല്ല, ചില സമയത്ത് ഒരു അക്യൂട്ട് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ, ചിലപ്പോൾ പനിയോ അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വന്നതിന് ശേഷം ഈ പറയുന്ന മരുന്ന് 3 നേരം അല്ലെങ്കിൽ 4 നേരം ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആളുകളുണ്ടാവും. അപ്പൊ ഇവരുടെയൊക്കെ ഡോസും അല്ലെങ്കിൽ മരുന്നും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ക്രമീകരിക്കാൻ കഴിയുക ഈ റമദാൻ മാസത്തിൽ? ഡോക്ടർ യാസിർ അത് നമ്മള് ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അപ്പം നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഏതൊക്കെ രോഗികളാണ് നോമ്പ് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ രോഗികളാണ് നോമ്പ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത്. ഇനി ഈ നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് പറയുമല്ലോ, ഉദാഹരണം ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഡയബറ്റീസ്, അങ്ങനത്തെ രോഗങ്ങൾ ഉള്ള ആൾക്കാർ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ഇപ്പൊ തൈറോയിഡ് ഡിസീസ് ഒക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഈ നോമ്പിൽ മരുന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ 4 കാര്യങ്ങളാണ് മെയിൻലി 3 കാര്യങ്ങളാണ്. 4ാമത്തെ ഒരു ചെറിയൊരു പോയിന്റും കൂടെ ശ്രദ്ധിക്കണം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രീക്വൻസി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര നേരമാണോ മരുന്ന് കഴിക്കുന്നത് എന്നുള്ളതാണ്. ചില ആൾക്കാർ 1 നേരം മരുന്ന് കഴിക്കുന്നുണ്ടാവുള്ളൂ. അത് നമ്മളെ ഡോക്ടറോട് ചോദിച്ചിട്ട് അത് സുഹൂറിന് മുന്നെയോ അല്ലെങ്കിൽ ഇഫ്താറിന് ശേഷമോ ആക്കി മാറ്റാവുന്നതാണ്. 2 നേരം കഴിക്കുന്ന ആൾക്കാർക്കും കുഴപ്പമില്ല, അത് സുഹൂറിന്റെ ടൈമിലും അതുപോലെ ഇഫ്താറിന്റെ ടൈമിലേക്കും മാറ്റാവുന്നതാണ്. ഈ 3 നേരം മരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ആ മരുന്നിന്റെ ടൈം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറോട് ചോദിക്കുക. ഇല്ലെങ്കിൽ അത് മരുന്ന് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മിഡ് നൈറ്റിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇപ്പം ഒരു ഡോസ് ഇഫ്താറിന്റെ ടൈമിൽ എടുത്തു, ഒന്ന് മിഡ് നൈറ്റ് എടുത്തു, ഒന്ന് ഏർലി മോർണിംഗ് നമ്മൾ സുഹൂറിന് മുന്നേ ആയിട്ട് എടുത്തു. അങ്ങനെ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നേരം കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഷോർട്ട് ആക്ടിങ് ആയിരിക്കും. അപ്പോൾ ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ അത് ഷോർട്ട് ആക്ടിങ് ലോങ് ആക്ടിങ് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. പിന്നെ വേറൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധിക മരുന്നുകളും നമ്മൾ ഗുളികയായിട്ട് നമ്മൾ വായിലൂടെ വയറിലേക്ക് എടുക്കുന്ന ഗുളികകളാണ് അധികം. അതിന്റെ ഇപ്പൊ തൽക്കാലം നമ്മൾ നോമ്പിന് വേണ്ടി മാത്രം, ഇപ്പോൾ ഈ ഗുളിക ഒഴിവാക്കാൻ പറ്റാത്തൊരു മരുന്നാണ് 3 നേരം കഴിക്കണം. അപ്പൊ അതിന് പകരം വേറെയുള്ള പ്രിപ്പറേഷൻസ്, എക്സാമ്പിൾ നമ്മളൊരു ഇഞ്ചക്ഷൻ ആക്കി മാറ്റി. ഇഞ്ചക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിനേക്കാളും നല്ലത് നമുക്കിപ്പം പാച്ചസ് അവൈലബിൾ ആണ് ചില മെഡിസിൻ്റെ. അതുപോലെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ, സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാന്റ്സ് എന്ന് പറയും, അതൊക്കെ അവൈലബിൾ ആണ് ചില പ്രിപ്പറേഷൻസിന്. എക്സാമ്പിൾ ഡയബറ്റീസ്, അതുപോലെ ഹൈപ്പർ ടെൻഷനൊക്കെ ചില മെഡിസിൻസ് ആ രൂപത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മൾ ഓറലിൽ നിന്ന് മാറ്റി ആ രൂപത്തിലേക്ക് നോമ്പ് മുറിയാത്ത രീതിയിൽ മരുന്നെടുക്കുന്ന ഒരു രീതി ഇപ്പം പുതുതായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറാം.
മൂന്നാമതായിട്ട് ഇപ്പോൾ ചില ആൾക്കാർ ഒരുപാട് മെഡിസിൻ എടുക്കുന്നുണ്ടാവും. അതിൽ ആവശ്യമില്ലാത്ത മെഡിസിൻ ഒരുപാടുണ്ടാവും. അതിൽ ക്രിട്ടിക്കലായിട്ടുള്ള നമുക്ക് നോമ്പിന് വേണ്ട മെഡിസിൻസ് മാത്രം ഡോക്ടറോടൊന്ന് സംസാരിച്ച് ആ മെഡിസിൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിയുള്ള മെഡിസിനുകൾ റമദാനിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. അവസാനമായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഹേലർ റെഗുലറായിട്ട് അടിക്കുന്ന ആൾക്കാരോടാണ്. അപ്പം അതിനകത്ത് 2 വ്യൂ ഉണ്ട്. ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ആസ്മ രോഗികൾക്കൊക്കെ, കൺട്രോൾ അല്ലാത്ത ആസ്മ രോഗികൾക്കൊക്കെ 2 നേരം 3 നേരമൊക്കെ ഇൻഹേലർ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ നോമ്പിന്റെ ടൈമിലും ചിലപ്പോൾ ഇൻഹേലർ അടിക്കേണ്ടി വരും. ഒരു മെജോറിറ്റി പണ്ഡിതന്മാർ പറയുന്ന അത് എടുക്കുന്നതുകൊണ്ട് നമ്മൾ നോമ്പ് മുറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചില പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അത് ലങ്സിലേക്കാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു അംശം വയറ്റിൽ എത്തുന്നുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ്, നമ്മളുടെ ഒരു സൂക്ഷ്മതയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഹേലേഴ്സ് നമ്മൾ സുഹൂറിന്റെ മുന്നേ അതുപോലെ ഇഫ്താറിന് ശേഷം 2 നേരമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനിയിപ്പം നമുക്ക് അതിന്റെ ഇടയിൽ എടുക്കേണ്ടി വന്നു എങ്കിൽ അതെടുക്കാം. ഇനിയിപ്പോ അത് എടുത്തിട്ട് നോമ്പ് മുറി നമ്മളൊരു വിശ്വാസപ്രകാരം, നമ്മളെ ഒരു കോൺഫിഡൻസ് പ്രകാരം നോമ്പ് മുറിയുന്നില്ലെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു തശ്വീഷ് വരികയാണെങ്കിൽ, നമുക്ക് നോമ്പ് മുറിയോ എന്നുള്ള തശ്വീഷ് വരികയാണെങ്കിൽ ആ നോമ്പ് പിന്നെ എടുത്ത് വീട്ടുകയും ചെയ്യാം. അപ്പൊ ഇതാണ് മെഡിസിന്റെ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന സെഷനിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. സുബിനൊന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് നോക്കട്ടെ എന്താന്നുള്ളത്. ചിലപ്പോൾ അവിടെ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. യാസർ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യണമെന്ന് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ സുബിനെ ആഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. യാസർ ഓക്കെ. ഓക്കെ. ഇതിനകത്ത് മെഡിസിന്റെ കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഷെയ്ൻഷ നമ്മളിൽ ജോയിൻ ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഷെയ്ൻഷയിൽ നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഷെയ്ൻഷ കണ്ടിന്യൂ. ഞാൻ എന്റെ നെറ്റ്വർക്ക് ഔട്ടായി പോയതാണ്, തിരിച്ചു വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യം ഷെയ്ൻഷയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വളരെ കോമൺ ആണ്. അത് പല ആളുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തുറന്ന് പറയുന്ന ഒരു സംഗതി പോലും ഈ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ചില ആളുകളൊക്കെ മെഡിസിൻ, ആ ഒരു അസുഖത്തിനായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിനുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു കൂട്ടർ സ്മോക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില ആളുകൾ മദ്യപാനം, അല്ലെങ്കിൽ ആന്റി അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർക്ക് എങ്ങനെയാണ് നോമ്പെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവരുടെ ഈ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ റമദാൻ മാസത്തിൽ എങ്ങനെയാണ് കഴിയുക എന്ന് ഷെയ്ൻഷാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഓക്കെ. സൈക്കാട്രിക് മെഡിക്കേഷൻസ് ഇപ്പൊ എടുക്കുന്ന ആരും തന്നെ ഒരിക്കലും ആ മെഡിക്കേഷൻസ് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും. ഇപ്പം ഡിപ്രഷൻ ആയാലും ആൻസൈറ്റി ആയാലും ആ മെഡിക്കേഷൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്താൽ എന്താ പറ്റുന്നത്, പ്രത്യേകിച്ചും സൈക്കാട്രിക് മെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കണ്ടീഷൻസ് വീണ്ടും വേഴ്സ് ആവും. അപ്പൊ നമുക്ക് വീണ്ടും ട്രീറ്റ്മെന്റ് ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് എസ്പെഷ്യലി മെന്റലി ഇൽനസ് ഉള്ള അല്ലെങ്കിൽ സൈക്കാട്രിക് ആയിട്ട് ടാബ്ലറ്റ്സ് എടുക്കുന്ന ആരുണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും ആ മെഡിക്കേഷൻസ് അവർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇപ്പം ഡോക്ടർ യാസിർ പറഞ്ഞതുപോലെ ഇപ്പം രാവിലത്തത് സുഹൂറിന്റെ ടൈമിലും അല്ലാത്തത് അത്താഴത്തിന്റെ ഇതിന്റെ നമ്മുടെ നോമ്പ് മുറിച്ചതിന് ശേഷമുള്ള ടൈമിലേക്കും ആക്കിക്കൊണ്ട് അതവർ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പണ്ടത്തെക്കാട്ടും ഒരുപാട് ഡിപ്രഷൻസും ആൻസൈറ്റിയും പിന്നെ ഒരുപാട് മെന്റലി പ്രോബ്ലംസ് ഇപ്പം കൂടുതലാണ്. പല ആൾക്കാരും പറയുന്നില്ല, അല്ലെങ്കിൽ അവരത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് ഈ മെന്റൽ അസുഖങ്ങളും മറ്റുള്ള അസുഖങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എൻ്റെ ഒരു കാല് മുറിയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ള ആളോടെങ്കിലും പറയും, അല്ലെങ്കിൽ വേറൊരാളോട് എൻ്റെ കാല് മുറിഞ്ഞു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ പറയും. പക്ഷെ ഒരിക്കലും ഷെയർ ചെയ്യാത്ത ഒരു ഇൽനെസ് ആണ്. ഒരു പരിധി വരെ അവർ ഷെയർ ചെയ്യില്ലത്. അത് അവര് എത്രത്തോളം അത് മൂർച്ഛിച്ച് ചിലപ്പോൾ അവരെ കംപ്ലീറ്റ്ലി ഒരു മെന്റൽ ഒരു പേഷ്യന്റ് ആയിത്തീരും. അപ്പോഴായിരിക്കും ചിലപ്പം കൂടെ ഉള്ള ആൾക്കാർ പോലും ഐഡന്റിഫൈ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിന്റെ അടുത്ത് കൊണ്ടുവരികയും മെഡിക്കേഷൻസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ
അതൊരിക്കലും അവർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്താൽ അവരുടെ കണ്ടീഷൻസ് വീണ്ടും വേഴ്സ് ആവും. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ അഡിക്ഷൻസ്, ഈ ആൽക്കഹോൾ, അതേപോലെ തന്നെ ഡ്രഗ്, ഒരുപാട് അഡിക്ഷൻസ്, നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരുപാട് അഡിക്ഷൻസ് പേഷ്യൻസ്, എസ്പെഷ്യലി മലയാളി ഫീമെയിലും മെയിലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്, അഡ്മിറ്റ് ആവാറുണ്ട്. നമ്മൾ അറിയില്ല. ഇപ്പൊ നമ്മൾ വീട്ടിൽ കാണുന്ന മക്കളല്ല അവർ സ്കൂളിൽ പോകുമ്പോഴും അവര് വെളിയിൽ അവർ കൂട്ടുകാരെ എടുത്തു പോകുമ്പോഴും. റീസെന്റ് ആയിട്ട് തന്നെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ട. അപ്പം എന്ന് പറയുന്നത് പോലെ ഈ അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് അവര് ഈ നോമ്പ് കാലം അവർക്കൊരു വലിയൊരു സുവർണ അവസരമാണ്. കാരണം അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിന്ന് അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വെളിയിൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ അവർക്ക് ഫാമിലിയുടെ കൂടെ പോകുന്ന സമയത്ത്, നൊയമ്പും കാര്യങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് അവർക്കത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് ഐ ആം സ്റ്റോപ്പിംഗ് ഫ്രീ ഫ്രം ദിസ് എന്നുള്ളൊരു രീതിയിലേക്ക് അവർക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും. അത് കാരണം ഫാമിലി ആയിട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങള്, ദിക്റുകള്, ദുആകള്, നമ്മുടെ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക, സമൂഹം, നൊയമ്പ് തുറ, അല്ലെങ്കിൽ പള്ളിയിലെ ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് പോവാം. അതൊരു പിന്നെ ഈ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും മോസ്റ്റ്ലി ഇവരെ ഇതിലേക്ക് ഇന്റർഫിയർ ചെയ്യുക. അപ്പൊ ഈ ഒരു റമളാൻ കാലം അങ്ങനെ അവർക്ക് ഈ നോൺ മുസ്ലിമുമായിട്ടുള്ളൊരു മിങ്കിൾ കുറയ്ക്കാനും കൂടി ഉള്ളൊരു അവസരമാണ്. ഫാമിലി ആയിട്ടും നമ്മൾ ഈ പറഞ്ഞ ഒരു മീറ്റിംഗ്, ഇസ്ലാമിക് മീറ്റിങ്ങുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻസും അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് അഡിക്ഷൻസ് ഉള്ള ആൾക്കാരെ ഒരു നല്ലൊരു അവസരമാണ് അവർക്കുള്ളത്. അപ്പം ഇതിൽ പറയാനുള്ളത്, ഒരു മെന്റൽ ഇൽനെസ് ഉള്ള അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഉറക്കം തന്നെയാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ആ ഉറക്കം കിട്ടിയില്ല എങ്കിൽ പല ഇഷ്യൂസും നമുക്കുണ്ടാവും. ഒരാള് വെൽബീയിങ് എന്ന് പറയും, ഒരാള് ഒരു ആരോഗ്യവാനാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മസലോ അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറങ്ങളോ ഒന്നും കൊണ്ടല്ല. ആ പേഴ്സൺ മെന്റലി ഫിറ്റ് ആണെങ്കിൽ, മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് എത്ര ആരോഗ്യം കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാണെന്നല്ലോ പടച്ചവൻ പറഞ്ഞത്, ദുആ ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഇസ്സത്തോടുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും പടച്ചവനെ ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകണമെന്ന്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പടച്ചവൻ കൂട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. നമ്മളത് കറക്റ്റ് ആ പാറ്റേണിൽ നമ്മളത് നിർത്തണം. അത് ചെയ്യാൻ എല്ലാവരും തന്നെ പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ. പക്ഷേ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡോക്ടർ യാസറിനോട് ഒരു അവസാന ചോദ്യമാണുള്ളത്. അതിനുശേഷം നമ്മുടെ ഓഡിയൻസിനുള്ള ചോദ്യം, സംശയ നിവാരണത്തിനുള്ള അവസരവും കൂടി നമ്മൾ ഇതിൽ സമയം കണ്ടിട്ടുണ്ട്. സാധാരണ നമുക്ക് ഈ പ്രായപൂർത്തിയായ എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്, നമുക്കെല്ലാം അറിയുന്ന സംഗതിയാണ്. എന്നാൽ ഈ ഒരു പരീക്ഷാ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികൾ നോമ്പെടുക്കുന്നതിന്റെ വിധി എന്താണ്? പ്രത്യേകിച്ച് മെന്റൽ ഫോക്കസ്, സ്റ്റാമിന, കോൺസെൻട്രേഷൻ, ഇതൊക്കെ പഠനത്തിലും പരീക്ഷയ്ക്കുമൊക്കെ ആവശ്യമാണ്. പലപ്പോഴും പല മാതാപിതാക്കളും ഈ ഒരു പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോ ഇതിൽ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? അത് കൂടാതെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര്, ഒരു ജോലിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഈ റമദാൻ നോമ്പ്, വീട്ടിലെ ജോലി, ഓഫീസ് വർക്ക്, കൂടാതെ ഇബാദത്തുകൾ, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് അഡ്വൈസും കൂടെ തരാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഡോക്ടർ യാസറിനോട് ചോദിക്കുകയാണ്. ഡോക്ടർ യാസർ ഉത്തരം പറയാം. അപ്പോ വീണ്ടും നമ്മളെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പലവരും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഇതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ പലവരും ടച്ച് ചെയ്യാത്തൊരു ഏരിയ ആണ് ഈ സ്റ്റുഡൻസ് റമദാനിൽ എങ്ങനെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവരുടെ മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കുറച്ച് 2-3 ടിപ്സ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മളുടെ വലിയ ആൾക്കാരെ പോലെയല്ല, കുട്ടികൾക്ക് ചിലപ്പം വിശപ്പ് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും റമദാനിൽ. അതുകൊണ്ട് അവരുടെ ന്യൂട്രീഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രെയിൻസ്, അതുപോലെ ഓട്സ് പോലുള്ള, അല്ലെങ്കിൽ ബീൻസ്, പ്രോട്ടീൻ പോലുള്ള സാധനങ്ങൾ കൂടുതൽ നമ്മൾ സുഹൂറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ സ്ലോ എനർജി റിലീസിങ് ഫുഡ്സ് എന്നാ പറയാം. അപ്പൊ അത് ആഡ് ചെയ്യുന്നതോടുകൂടി അപ്പൊ അവർക്ക് കൂടുതൽ നമ്മൾ ഈ വിശപ്പ് വരാതെ കൂടുതൽ ആക്റ്റീവായിട്ട് നോമ്പ് കംപ്ലീറ്റ് ആക്കാൻ അവർക്ക് പറ്റും. അതുപോലെ നമ്മളെ അഡൽട്ട് പോലെ എല്ലാവരും നമ്മൾ കൂടുതൽ ആക്റ്റീവാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഹൈഡ്രേഷൻ ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സുഹൂർ മുതൽ
നമ്മൾ ഇഫ്താർ മുതൽ സുഹൂർ വരെയുള്ള രാത്രിയിലെ ടൈമിൽ അവരോട് കൂടുതൽ വെള്ളം കുടിക്കാനും രാത്രി അഡക്വേറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നമ്മൾ അവരോട് ഉപദേശിക്കണം. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം, ഈ റമദാൻ എന്ന് വെച്ചാൽ നമ്മൾ രാത്രി നമസ്കരിക്കാൻ പോകുന്നതോടുകൂടി അവരുടെ ഉറക്കം സത്യം പറഞ്ഞാൽ കോംപ്രമൈസ്ഡ് ആയി പോകും. പക്ഷെ അത് ഡെയിലി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിൽ പലപ്പോഴും ഉറക്കം കോംപ്രമൈസ്ഡ് ആവാനുള്ള ഒരു സാധ്യത റമദാനിലുണ്ട്. അപ്പം ഉറക്കത്തിന്റെ ടൈം ഒന്ന് ക്രമീകരിക്കണം. അപ്പോൾ രാത്രി കോംപ്രമൈസ് ആണെങ്കിൽ അത് രാവിലെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഉറക്കം അറേഞ്ച് ചെയ്യണം. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ സ്റ്റഡി പ്ലാനിങ് ആണ്. സ്റ്റഡി പ്ലാനിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി റീഡിങ്, അതുപോലെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹെവി റീഡിങ്, അതുപോലെ ഹോംവർക്ക്, ഇതൊക്കെ നമ്മൾ കൂടുതൽ എനർജി ആവശ്യമുള്ള പ്രോസസ്സുകളാണ്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒന്നുകിൽ സുഹൂറിന് ശേഷമുള്ള ടൈമിൽ നമ്മളെ ഗ്ലൂക്കോസ് ഹൈ ലെവലിലുള്ള ടൈമിൽ ഇത് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ ഇഫ്താറിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ നന്നായി ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ ഹെവി ടാസ്ക് കൊടുക്കുക. അതുപോലെ ലേറ്റ് ഇൻ ദി ഈവനിങ്, അതുപോലെ ഈ ഈവനിങ് അസറിന് ശേഷമുള്ള ടൈമിൽ നമ്മൾ ഗ്ലൂക്കോസ് ഡൗൺ ആവാനുള്ള കുറച്ചൊരു നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞു വരാനുള്ള ഒരു ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞു കാണുന്ന ഒരു സമയമാണ് അസറിന്റെ ടൈം. ആ സമയത്ത് ഒന്നെങ്കിൽ അവർക്ക് വിശ്രമം അനുവദിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് വിശ്രമം അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ റിവിഷൻ, ലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കും. ഒന്നുകിൽ റിവിഷൻ, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ കേൾപ്പിക്കുക, അല്ലെങ്കിൽ പവർ പോയിന്റ് കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇവരെ കുറച്ച് സൂര്യപ്രകാശം കൊള്ളിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഹെൽത്തി ലൈഫിന് ഈ വൈറ്റമിൻ ഡി മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലും ഈ സൺലൈറ്റിന്റെ ഈ ഒരു നമ്മൾ സണ്ണിലേക്കുള്ള എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന്. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഷോർട്ട് ആയതുകൊണ്ട് അതിൽ ഒതുക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ഫുഡ് കഴിക്കുന്ന പോലെ കുട്ടികളെയും നമ്മൾ ഇഫ്താറിന്റെ സമയത്ത് ഹെൽത്തി ഫുഡ് കഴിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം തൂങ്ങി ഇരിക്കുന്ന കുട്ടീനെ ഒരിക്കലും നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിർബന്ധിക്കുക. അവരൊരു ചെറിയൊരു സ്നാപ്പ് എടുക്കട്ടെ, അവരൊന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിനോടനുബന്ധിച്ച് പറഞ്ഞത് സ്ത്രീകളുടെ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് ശ്രദ്ധിക്കാന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റമദാൻ ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ളതിനേക്കാളും വീട്ടിൽ പണി കൂടുതലായിരിക്കും. എക്സാമ്പിൾ, നമ്മൾ സാധാരണ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുകയും നമ്മളെ സമയം അതിൻ്റെ മുകളിൽ ചിലവഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നെഫക്റ്റ് എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കുമെങ്കിലും അവർക്ക് ന്യൂട്രീഷൻ വേണ്ട പോലെ കിട്ടാത്ത ഒരു അവസ്ഥ നമ്മളെ പല വീടുകളിലും കാണാറുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കണം. ആഡക്വേറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റുള്ളവർ കഴിക്കുന്ന രീതിയിൽ തന്നെയുള്ള ന്യൂട്രീഷൻ അവർക്കും കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത് ചെറിയ തോതിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊന്ന് റിഫ്രഷ് ആയിട്ട് നിൽക്കാനും നമ്മളെ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മളൊരു മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. പിന്നെ പെണ്ണുകൾ മാത്രമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് മെൻസ്ട്രേഷനിൽ ഇപ്പോൾ നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ചില ആൾക്കാർക്ക് നോമ്പ് എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. പക്ഷെ അത് എത്രത്തോളം റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഈ ദീനിൽ അവഗാഹമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാം. അതുപോലെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ, പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത് നോമ്പ് എടുക്കുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നോമ്പ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ ബേബിക്കോ എന്തെങ്കിലും ശാരീരികപരമായ അല്ലെങ്കിൽ മെഡിക്കൽ പരമായ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യണം. അവസാനമായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് വർക്ക് ലോഡ് പ്ലാനിങ് ആണ്. വർക്ക് ലോഡ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ റമദാനിലുണ്ട് പൊതുവെ പണി കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഒരു പ്ലാൻ റമദാന് മുന്നേ ഉണ്ടാക്കി വെക്കുക. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ റമദാന് മുന്നേ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം. അതുപോലെ നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സമയത്ത് വൈകുന്നേരത്തേക്കുള്ള അല്ലെങ്കിൽ സുഹൂറിനുള്ള അല്ലെങ്കിൽ നമ്മുടെ
ഇഫ്താറിനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സമയത്തിന് ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്യുക, എങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ആ ഒരു വർക്ക് ലോഡ് ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഈ ഭാഗത്തിനും റെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും നമുക്ക് സമയം ലഭിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. ബേസിക്കലി ഇത്രയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ ഇൻഷാല്ലാ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാ ഖൈറൻ. കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഡോക്ടർ യാസിർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം പാനലിസ്റ്റുകളുടെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോൾ ഓഡിയൻസിനുള്ള അവസരമാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, റമദാൻ ഒരു മാറ്റത്തിനുള്ള ഒരു അവസരമാണ്. ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റുകളും ആരോഗ്യ ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ബോണസ് ഗിഫ്റ്റ് ആയിട്ട് മാത്രമേ നമ്മളിത് കാണാൻ പാടുള്ളൂ. ഒരിക്കലും ചിലപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആളുകൾ, നിങ്ങൾ വണ്ണം കൂടുന്നുണ്ടല്ലോ, അസുഖം ഷുഗർ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ റമദാൻ ആവട്ടെ, റമദാനിൽ കുറഞ്ഞോളും. അങ്ങനെ ഒരിക്കലും നമ്മൾ നിയത്തുണ്ടാവാൻ പാടില്ല. കാരണം നിയത്ത് നമ്മുടെ ഹൃദയത്തിലാണുള്ളത്, വാഗൊണ്ട് ചൊല്ലി പറയുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തകളൊന്നും ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, അങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു മാറ്റത്തിനായിട്ടുള്ള അവസരം മാത്രമാണ് റമദാൻ. ആ ഒരു അവസരം നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. നമ്മുടെ മോശം ശീലങ്ങൾ എന്തെങ്കിലും ഉള്ളത് മാറ്റാൻ അത് ഉപകാരപ്പെടും. അതുപോലെ നല്ലൊരു ജീവിതം ആരംഭിക്കാൻ റമദാൻ നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ ഈമാനും നേരത്തെ സൂചിപ്പിച്ച ഒരു ഇസ്സത്തും ആരോഗ്യവും എല്ലാം ഒരുമിച്ച് നേടാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ആരോഗ്യ ബെനിഫിറ്റിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ പ്രോസസ്ഡ് റിഫൈൻഡ് ഫുഡുകൾ നമ്മൾ കഴിവതും വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് തെറ്റല്ല, സ്ഥിരമായി കഴിക്കാതെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പ്രോപ്പർ ഹൈഡ്രേഷൻ, വെള്ളം കൃത്യമായി ഒരു 8 ഗ്ലാസ് മുതൽ 2 ലിറ്റർ വരെയുള്ള വെള്ളം ഇഫ്താർ മുതൽ സുഹൂർ വരെ കൃത്യമായി നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള, പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫുഡിന്റെ ബാലൻസ്, അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മിനറൽസും ന്യൂട്രീഷനും ഒക്കെ, മിനറൽസും വൈറ്റമിൻസും ഒക്കെ വരുന്ന ഫുഡ് ആവണം. നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒഴിവാക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഊന്നി പറയുകയാണ് ശ്രദ്ധിക്കാൻ വേണ്ടി. ഇനിയിപ്പോ ഓഡിയൻസിലേക്കുള്ള അവസരമാണ്. ഇൻഷാ അല്ലാ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, പാനലിസ്റ്റ് ഉത്തരം തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഡോക്ടർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രഷറിന്റെ ഗുളിക രാവിലെയാണ് കഴിക്കേണ്ടത്, അതൊരു വേദനക്കുള്ള ഗുളിക ഉച്ചക്കാണ്. അങ്ങനത്തെ ഗുളികളൊക്കെ എപ്പോഴത്തേക്ക് മാറ്റിയേക്കാൻ നല്ലത്? ചോദ്യം എന്നോടാണ് വിചാരിക്കുന്നത്. ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. അത് മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില മെഡിസിൻസ് നമുക്ക് രാവിലെ കഴിക്കുന്നതാണ് ഉത്തമം, ബ്ലഡ് പ്രഷറിനുള്ള. ചില മെഡിസിൻസ് പെട്ടെന്ന് BP ഡൗൺ ആക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്. അതിന് ഫസ്റ്റ് ഡോസ് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അങ്ങനത്തെ മെഡിസിൻസ് രാത്രി കഴിക്കുന്നത് നല്ലത്. കാരണം ചില രാവിലെ കഴിച്ചാൽ ചിലപ്പം തലകറക്കം വരും. പിന്നെ പെയിൻ കില്ലർ ഏത് സമയത്തും കഴിക്കാം, രാത്രി കഴിക്കേണ്ടെന്ന് പറയുന്നത് കാരണം ഗ്യാസ്ട്രൈറ്റിസ് വരുന്നതുകൊണ്ടാണ്. രാവിലെ കഴിച്ചാലും കുഴപ്പമില്ല. രാവിലെ കഴിച്ചാലും അതിന്റെ കൂടെ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഈ വയറിച്ചിൽ വരുന്ന ആൾക്കാർ എപ്പോഴും അതിന്റെ കൂടെ ഒരു ലോസെക്കോ, അതുപോലെ നമ്മൾ ഈ ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് തടയാനുള്ള ഒരു മെഡിസിൻ എടുക്കുന്നത് എപ്പോഴും നല്ലത്. ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാവുന്നതാണ്. ഈ ചോദ്യമുള്ളവർക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന ഒരു സാധാരണ ഭക്ഷണത്തിന്റെ 1 മണിക്കൂർ മുമ്പ് കഴിക്കണം എന്നാണല്ലോ പറയല്. അപ്പൊ ഇപ്പൊ ഈ നോമ്പൊക്കെ ആകുമ്പോൾ അത്താഴത്തിന് എണീറ്റ് പിന്നെ 1 മണിക്കൂറൊന്നും ഉണ്ടാവില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ ഓരോ മരുന്ന്? ഉത്തമം 1 മണിക്കൂർ മുമ്പ് കഴിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ടതാണത്. കാലിവയറ്റിൽ കഴിക്കുമ്പോൾ അത് കൂടുതൽ അബ്സോർബ് ചെയ്യും, കറക്റ്റ് ശരീരത്തിലേക്ക് അതിന്റെ അളവ് കിട്ടുന്നു. അതിപ്പോ കുറച്ച് റമദാനിൽ കുറച്ചൊരു ടൈം ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിന്റെ അബ്സോർപ്ഷൻ കുറച്ച് കുറയുന്നു മാത്രം. ഫുഡ് ഉണ്ടാകുമ്പോൾ അതിന്റെ ശരീരത്തിലേക്കുള്ള അബ്സോർപ്ഷൻ കുറച്ച് കുറയുന്നു മാത്രം. അത് നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്നതോട് കൂടി റമദാനിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഇതിൽ വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത്. ബ്ലഡിലെ ഭയങ്കര വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡോസ് കുറച്ച് കൂട്ടി കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ പ്രത്യേകിച്ച് സഹോദരിമാർക്ക് വരുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ് ഈ ബ്ലഡ് കുറയാന്നുള്ളത്. അതിന് ഡോക്ടേഴ്സ് മെഡിസിൻ കൊടുക്കും, പക്ഷെ ആ സമയത്ത് കുറച്ച് ഒരു ഡിഫറൻസ് കാണിക്കുന്നല്ലാതെ പിന്നീട് വീണ്ടും ബ്ലഡ് കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും. പിന്നെ കുറെ ഫ്രൂട്ട്സ് റുമ്മാമ്പഴം പോലത്തെ ഒക്കെ കഴിച്ചാലും വലിയൊരു മാറ്റം എപ്പോൾ ടെസ്റ്റ് ചെയ്താലും ആ റിസൾട്ട് കിട്ടുന്നില്ല. അതിന് പ്രത്യേകമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പല ഡോക്ടർക്കും മാറി മാറി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതത്ര പ്രതീക്ഷിക്കുന്നു. അത് അത് നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സ്ത്രീകൾ കാണുന്നൊരു ഇതാണ്, ഒരു പ്രതിഭാസമാണ്. പ്രതിഭാസം തന്നെ പറയാം. കാരണം ഇതിൽ അധികം ആൾക്കാർ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ, ഈ നമ്മളിവിടെയുള്ള ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എടുത്താൽ തന്നെ അധികം ആൾക്കാർക്കും നമ്മളെ ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവാണ് പെണ്ണുകളിൽ. അതിന് ഒരു കാരണം നമ്മളെ മെൻസ്ട്രേഷൻ കാര്യങ്ങളും അവരിൽ ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാസം മാസം അവർക്കുള്ള ഈ മെൻസ്ട്രേഷന്റെ സമയത്തുള്ള ലോസ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. രണ്ടാമത്തെ നമ്മുടെ ഡയറ്റിംഗ് പാറ്റേൺ ആണ്. ഈ അറബ്സിന്റെ ഫുഡിൽ എപ്പോഴും ഈ റെഡ് മീറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളുടെ ഡയറ്റിൽ റെഡ് മീറ്റിന്റെ എമൗണ്ട് കുറവാണ്. അതുപോലെ ഈ അയൺ കിട്ടുന്ന പദാർത്ഥങ്ങൾ പൊതുവെ ഈ കേരളൈറ്റ്സിന്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ചോറാണ് കൂടുതൽ, ചോറും കറിയും. ഈ ചോറും കറിയും ഉപ്പേരിയിലൊന്നും അയണിന്റെ കണ്ടന്റ് അധികമില്ല. അപ്പൊ അയൺ കണ്ടന്റ് ഉള്ള പച്ചിലവർഗ്ഗങ്ങൾ പ്രത്യേകമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ റെഡ് മീറ്റ്, അതുപോലെ ഫിഷ്, ചിക്കനിലും ഒരു ചെറിയ തോതിലൊക്കെ അയൺ ഉണ്ട്, പക്ഷെ റെഡ് മീറ്റും ലിവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടും സപ്ലിമെന്റ് കഴിച്ചിട്ടും ഇതില്ലെങ്കിൽ നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് വെച്ചാൽ മൊത്തം അയൺ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണം. അതിനകത്ത് അയൺ നോക്കണം, അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ഉണ്ട്, അതിന്റെ ലെവൽ നോക്കണം. ഏതിൽ കുറവ് വന്നാലും നമുക്ക് ഹീമോഗ്ലോബിൻ കൂടില്ല. അതുപോലെ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും വേറെ അസുഖങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ അയൺ അബ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും കൂടെ നോക്കണം, ഒരു കംപ്ലീറ്റ് വർക്കപ്പ് എന്നുള്ള രീതിയിൽ. ബാറക്കല്ലാഹു ഫീക്. ജസാക്കല്ലാഹു ഖൈർ. യാസറെ, കമന്റിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 2 നേരം BP-യുടെ മരുന്ന് എടുക്കുന്നവർ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് തോന്നുന്നത് നേരത്തെ വിശദീകരിച്ചു തോന്നുന്നുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് പറയണം നല്ലത്. 2 നേരം BP-യുടെ മരുന്ന് BP എടുക്കുന്നത്. കഴിക്കുന്ന കാര്യത്തിൽ അത് നമ്മള് സൂറിന്റെ കൂടെ അതുപോലെ മറ്റേ ഇഫ്താറിന്റെ കൂടെ ആക്കി മാറ്റിയാൽ മതി, 2 നേരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഓഡിയൻസിന് മൈക്ക് ഓപ്പൺ അല്ലേ ഹാറൂൺ ഖാൻ? ഓപ്പൺ ആണ്, അവർക്ക് തന്നെ ഓപ്പൺ ചെയ്ത് വരാം. ഓക്കെ. നമ്മളെ സാധാരണ കൂടുതലും ആളുകൾ കംപ്ലൈന്റ് പറയുന്നത് കേൾക്കലുണ്ട്, അസിഡിറ്റിയുടെ പ്രശ്നം. നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്, നോമ്പ് തുറക്കാറാകുമ്പോൾ വയറ് എരിച്ചില്, അല്ലെങ്കിൽ രാവിലെ വയറെരിച്ചില്. അതുപോലെ രണ്ടാമതൊരു പ്രധാന പ്രശ്നമായി ചില ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, കോൺസ്റ്റിപ്പേഷൻ. ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ വയറെരിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വേഗമായിട്ടുള്ള ഒരു ടേമാണ്. വയറെരിച്ചിൽ ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസ് ആണ് അതിനകത്ത് വരുന്നത്. വയറെരിച്ചിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗ്യാസ്ട്രൈറ്റിസ് ആവാം, ചിലപ്പോൾ നമ്മൾ ഈ റീഗർജിറ്റേഷൻ നമ്മൾ വയറെരിച്ചിൽ എന്നാണ് പറയുന്നത്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വയറിന്റെ അൾസർ ഉണ്ടല്ലോ, ഡുവോഡൽ അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, അതും വയറ് എരിച്ചിലാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഗോൾ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള അസുഖം, പാങ്ക്രിയാസ് സംബന്ധമായിട്ട് അസുഖം, അതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖം, ഇതെല്ലാം വയറെരിച്ചിലാണ് ഒരു സാധാരണ ആള്. അപ്പം വയറെരിച്ചിൽ എന്താണ് വയറെരിച്ചിൽ, വിട്ടുമാറാത്ത വയറെരിച്ചിലാണെങ്കിൽ അത് ശരിക്കും പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണം. അത് സിമ്പിൾ അസിഡിറ്റി ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ അതുപോലത്തെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ. അതുപോലെ നമ്മുടെ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിലുള്ള ക്രമീകരണം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർക്ക് ചില ഫുഡ് അലർജി ആയിരിക്കും, ചില ആൾക്കാർക്ക് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ വരും. എക്സാമ്പിൾ പറയാം, ചില ആൾക്ക് പരിപ്പ്, അതുപോലെ ചക്കക്കുരു, ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് അസിമിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ ആ ഫുഡ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഈ
മിൽക്കും തൈരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലൈൻ ആണ്. മിൽക്ക് നമുക്ക് തിളപ്പിക്കാതെ കുടിക്കുന്ന മിൽക്ക് നമ്മൾ അസിഡിറ്റി ഉള്ളവർക്ക് നല്ലതാണ്. പക്ഷെ നേരെ മറിച്ച് തൈര് അസിഡിക് ആണ്, ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ തൈര് കൂടുതൽ കുടിക്കുമ്പോൾ അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർ ഫ്രഷ് മിൽക്ക് കൂടുതൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. തൈര് എടുക്കാം, പക്ഷെ അസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് കൂടുതൽ എടുക്കുന്നത് ഒഴിവാക്കണം. പിന്നെ വിട്ടുമാറാത്ത അസിഡിറ്റി ആണെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അസിഡിറ്റി ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ ഈ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഹാബിറ്റിന്റെ ഒരു പ്രശ്നമാണ്. ഫുഡ് ഹാബിറ്റും അതുപോലെ നമ്മൾ എക്സസൈസും. നമ്മൾ ഈ മസിലിന്റെ എക്സസൈസ് പോലെ തന്നെയാണ്. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കെലിറ്റൽ മസിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്മൂത്ത് മസിലും അതിൻ്റെ കൂടെ ട്രെയിൻഡ് ആവും. അപ്പോൾ ഈ നന്നായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ശോധനന്റെ ഈ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം കാണാറില്ല. അതുപോലെ നമ്മളെ ഫുഡിൽ കൂടുതൽ റഫേജ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, സലാഡ്സ് കാര്യങ്ങളൊക്കെ. നമ്മൾ പൊതുവെ പ്രവാസികൾ ഈ മീറ്റും അതുപോലത്തെ റൈസ് ഫുഡുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ചില ഫ്രൂട്ട്സ് ഉണ്ട്, പ്രൂൺസ്, അതുപോലെ നമ്മുടെ ഡ്രൈഡ് ഗ്രേപ്സ്, ഇതൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ വളരെ സഹായകരമാണ്. ജസാക്കല്ലാഹ് ഖൈറൻ. യാസറെ, കമന്റ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നോമ്പെടുത്ത് തുടങ്ങിയാൽ മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹെഡേക്ക് വരുന്നുണ്ട്, അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ട്. അത് നോർമൽ ഫിനോമിനൻ ആണ്. അത് പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ നോമ്പ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മളെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു അതിന് ചില ആൾക്കാരിൽ അത് മൈഗ്രെയിൻ ആയിട്ടാണ് കാണുക, ചില ആൾക്കാർ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയും, ചില ആൾക്കാർ വെറും ടെൻഷൻ ഹെഡേക്ക്, ചില ആൾക്കാരിൽ അത് ഓഫീസ് ഹെഡേക്ക് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ ഈ നമ്മളെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് കുറഞ്ഞു പോണതുകൊണ്ടുള്ള നമ്മളെ ശരീരത്തിലുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. അത് ചില നമുക്ക് ഓൾറെഡി ഒരു ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ളൊരു അസുഖത്തിലുള്ള നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമായിരിക്കും ഇത്. പക്ഷെ അത് പെട്ടെന്ന് നമ്മൾ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുമ്പോൾ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു മാത്രം. പക്ഷെ അത് നമ്മളിങ്ങനെ ബോഡിയെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇപ്പം 3-4 ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി പോകാൻ കാരണം വെച്ചാൽ നമ്മൾ ബോഡി അതിന് അഡാപ്റ്റഡ് ആവണം. നമ്മൾ ഈ ഗ്ലൂക്കോസിന് മാറി നിന്നിട്ട് കീറ്റോസിസിലേക്ക് ബോഡി പോകുമ്പോൾ ബോഡി ഓൾറെഡി അതിന് അഡാപ്റ്റഡ് ആവുകയും പിന്നെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാറ്റിയെടുക്കാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം. സുബിനോടാണ് ചോദ്യം. സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ? അത് നിർത്തിവെക്കണോ? അത് ഏത് രീതിയിലുള്ള ഇതൊക്കെ ചെയ്യണ്ടേന്നുള്ളതാണ് ചോദ്യം. ഈ സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ആളുകൾ അവർക്ക് കണ്ടിന്യൂ തന്നെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് സമയം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇഫ്താറിന് ശേഷം അവർക്ക് ജിമ്മിൽ പോയി വർക്കൗട്ടുകളൊക്കെ അവർക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മുമ്പ് ചെയ്തിരുന്നത് ഹെവി വർക്കൗട്ടുകൾ ഏകദേശം 4 സെറ്റ് 5 സെറ്റ് ഒക്കെ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 3 സെറ്റായിട്ടൊന്ന് കുറച്ചാൽ മതി. ടോട്ടൽ റെപ്പിറ്റേഷൻ 16 സെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു 10 അല്ലെങ്കിൽ 12 സെറ്റുകളിലേക്ക് മാത്രം ഒതുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് പ്രത്യേകമായി വേണ്ടത്. പിന്നെ രണ്ടാമത് പറയുന്നത്, നമ്മളിപ്പോ ഈ സ്റ്റെബിലിറ്റി എക്സസൈസുകളാണ് കൂടുതലും റമദാൻ മാസത്തിൽ ചെയ്യാൻ നല്ലത്. സ്ഥിരമായി ജിമ്മിൽ പോകുന്നിട്ട് അവരോടാണ് ഞാൻ പറയുന്നത്, സ്റ്റെബിലിറ്റി എക്സസൈസുകൾ, ജോയിന്റുകൾക്കുള്ള സ്റ്റെബിലിറ്റി, ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെക്കാട്ടിലും കൂടുതൽ സ്റ്റെബിലിറ്റി എക്സസൈസുകൾ ചെയ്യുക. കാരണം ഇത് നമ്മൾ ഈ ഒരു മാസം ഇപ്പം അമ്പും വില്ലും ഒക്കെ പോലെ നമ്മൾ കൂടുതൽ വലിച്ച് അത് വിടുന്നത് പോലെ അടുത്തൊരു 11 മാസം കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റെബിലിറ്റി എക്സസൈസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സെറ്റുകളുടെ എണ്ണം ഒന്ന് കൃത്യമായി ഒന്ന് മാനേജ് ചെയ്യുക. കൂടുതൽ സെറ്റുകളിലേക്ക് പോകാതെ കുറവ് സെറ്റുകളിൽ ആവശ്യത്തിനുള്ള മെയിൻ്റനൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഒരിക്കലും ജിമ്മിൽ പോകുന്ന ആളുകൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യേണ്ട റമദാൻ മാസത്തിൽ. ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാൻ, കാരണം ഇപ്പൊ നാട്ടിൽ ഒരുപാട് സമയമായി. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സുബിന് കൺക്ലൂഡ് ചെയ്യാം. ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്താൻ പറ്റുമോ? എന്താ അതിന്റെ പാട്? കേട്ടിട്ടില്ല. ഈ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഷുഗറിന്റെ ഒക്കെ, ഡോക്ടർ യാസിൻ, അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുകളൊക്കെ നടത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിന് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലഡ് കൊടുക്കാൻ പാടില്ലെന്ന് മാത്രം. നോമ്പ് തുറന്നിട്ട് കൊടുക്കാം, നോമ്പ് നോറ്റുകൊണ്ട് ബ്ലഡ് കൊടുക്കാൻ പാടില്ല. അത് വലിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കൊടുക്കാൻ പാടില്ല. പക്ഷേ
ചെറിയ എമൗണ്ടിൽ ബ്ലഡ് ലാബിൽ കൊടുക്കുന്ന ടെസ്റ്റ് ചെയ്യാൻ 5 ml 10 ml അതിൽ വിധികളൊന്നും, അത് നോമ്പ് മുറിയില്ല. ഹലോ, ഈ ഒരു ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ഫിസിയോതെറാപ്പി നടത്താൻ നല്ലത് രാവിലെയാണോ ഉച്ചക്കാണോ എപ്പോഴാ സാർ നല്ലത്? ഫിസിയോതെറാപ്പി അത് അങ്ങനെ സമയം പ്രത്യേകിച്ച് നമ്മുടെ സൗകര്യത്തിനുള്ള സമയമാണ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കുവൈത്തിലാണെങ്കിൽ രാവിലെയുള്ള, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ രാവിലെയുള്ള സമയത്താണുള്ള വർക്ക് ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ രാവിലെ തന്നെയാണ് അവർക്ക് സൗകര്യം. ഇനി അതല്ല, നമ്മുടെ സൗകര്യം എപ്പോഴാണോ അതില് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ചെറിയ വ്യായാമം, എക്സസൈസും കുറച്ച് മെഷീൻസ് ഒക്കെ ആണല്ലോ. അതിന് പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ ചൂസ് ചെയ്യേണ്ടതില്ല. നമ്മുടെ സൗകര്യത്തിന് നമുക്കത് ചെയ്യാവുന്നതാണ്. ആ ഒരു ക്ലിനിക്കിലാണെങ്കിൽ ക്ലിനിക്കിൽ ഓപ്പൺ ആവുന്ന സമയം അസ്സലാമലൈക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞോളൂ. നോമ്പ് പിടിച്ചിട്ട് കണ്ണില് മരുന്നെത്തിക്കാൻ പറ്റുമോ? കണ്ണില് മരുന്ന് ഒറ്റിക്കുന്നതിന് പ്രശ്നമില്ല. മൂക്കിലും വായിലും അടിക്കുന്ന മരുന്നിനാണ് ചെറിയ നിരോധനങ്ങൾ ഉള്ളത്. കണ്ണിലും ചെവിയിലും ഒറ്റിക്കാം. അത് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ തൊണ്ടയിലേക്ക് ഇറങ്ങാത്ത മരുന്നുകളല്ലേ. ആ, ശരി. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക്സ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചോളൂ. ഇതിലൊരു ചോദ്യം കാണുന്നുണ്ട്, സൈനസൈറ്റിസിന്റെ ചുമ, ഹെഡ് ഏക്ക് കുറയാൻ എന്ത് ചെയ്യാൻ പറ്റും? സൈനസൈറ്റിസിന്റെ വിഷയത്തിൽ നമ്മൾ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അത് പ്രോപ്പറായിട്ട് ENT ഡോക്ടർ കാണണം, എക്സ്റേ എടുക്കണം, സൈനസൈറ്റിസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനിയിപ്പോൾ സൈനസൈറ്റിസ് ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഈവൻ CT എടുത്ത് അത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം വെച്ചാൽ നമ്മൾ സൈനസൈറ്റിസ് പലപ്പോഴും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തൊരു രോഗമാണ്. അത് ഈ സൈനസൈറ്റിസ്, ഈ ആസ്മ രോഗികളിലൊക്കെ സൈനസൈറ്റിസ് വരുമ്പോൾ നമ്മൾ ആസ്മ തെറ്റിദ്ധരിച്ച് അതിന് കുറെ കാലം ചുമക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും, പക്ഷെ ചുമ മാറില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സൈനസൈറ്റിസ്. അപ്പം കറക്റ്റ് നിങ്ങളുടെ സിംറ്റംസ് എന്താണോ അത് ഡോക്ടറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സൈനസിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കറക്റ്റ് ചെയ്യാൻ പറയണം. അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. സൈനസൈറ്റിസ് അലർജിക്ക് ആണെങ്കിൽ നമ്മൾ നെസൽ സ്പ്രേ പോലുള്ള ഈ ഹെഡ് ഏക്ക് വരാൻ കാരണം സൈനസ് ഇൻഫെക്റ്റഡ് ആയി അതിന്റെ ദ്വാരങ്ങളുണ്ടല്ലോ, സെക്രീഷൻസ് പോകുന്ന ദ്വാരങ്ങൾ ഒബ്സ്ട്രക്റ്റ് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഹെഡ് ഏക്ക് വരാനുള്ള കാരണം. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഏക്കും കുറയും, ചുമയും കുറയും. ബേസിക്കലി അതിന്റെ അലർജിക് സൈനസൈറ്റിസ് ആണെങ്കിൽ, ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക് എടുത്ത് കറക്റ്റ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. ഇൻഫെക്ഷനുള്ള സമയത്ത് നമ്മൾ ഈവൻ സൈനസ് വാഷ് ഉപയോഗിച്ച് സലൈൻ ഉപയോഗിച്ച് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ആന്റിബയോട്ടിക് എടുക്കണം. സിവിയർ ആയ കേസിൽ ചെറിയ ഡോസ് ഓഫ് സ്റ്റിറോയിഡ് എടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ അലർജിക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഹേലേഴ്സ്, നേസൽ സ്പ്രേ ഉപയോഗിക്കണം. നേസൽ സ്പ്രേ ഉപയോഗിച്ച് അതിനെ ആ ഒരു അലർജി കണ്ടീഷനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുന്നതോടുകൂടി ഞങ്ങൾ ചുമയും തലവേദനയും ഓട്ടോമാറ്റിക്കായിട്ട് മാറും. കമന്റ്സിൽ വന്നിട്ടുള്ളത്, യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത്? കൂടുതൽ വെള്ളം കുടിക്കാൻ സമയം കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നോമ്പെടുത്താൽ ലൂസ് മോഷനും ഛർദിയും ഉണ്ടാകും, കാരണം എന്താണ്? ഇത് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ഇപ്പോൾ വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. ആക്റ്റീവായിട്ട് ഇൻഫെക്ഷൻ ഉള്ള ആളാണെങ്കിൽ ആ സമയത്ത് നോമ്പ് ഒഴിവാക്കി വെള്ളം കുടിച്ച് അത് മാറിയതിന് ശേഷം നോമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അഥവാ പ്രിവെന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ സുഹൂറിന്റെ ടൈമിലും ഇഫ്താറിന്റെ ടൈമിലും അതിന് അഡക്വേറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. അതിനൊരു പോംവഴിയുള്ളൂ. പിന്നെ അടുത്ത ചോദ്യം, നോമ്പെടുത്താൽ ലൂസ് മോഷനും ഛർദിയും ഉണ്ടാകുന്നു, അതിന് കാരണം എന്താണ്? ലൂസ് മോഷൻ, ഛർദി, അത് പലപ്പോഴും അത് തെറ്റിദ്ധരിക്കുമ്പോൾ അത് യൂഷ്വലി അത് മൈഗ്രെയിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. അത് പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് മറ്റേ ഛർദിയും അതുപോലെ ലൂസ് മോഷൻ ആയിട്ടാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഡോക്ടറെ കാണണം. അത് യൂഷ്വലി അത് മൈഗ്രെയിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ഉണ്ടാവുന്ന പ്രത്യേക ഛർദിയും ലൂസ് മോഷനും. പിന്നെ എനിക്ക് തോന്നുന്നു സുബിന്റെ ആയിരിക്കും, ബാക്ക് പെയിൻ ഉള്ളവർക്ക് നോമ്പെടുത്താൽ അതെന്താണ് അത് ചോദിച്ചത്, എനിക്കറിയില്ല. ബാക്ക് പെയിൻ ക്ലിയർ ആക്കാൻ പറയും.
അതെ, അതൊന്ന് നോമ്പ് ക്ലിയർ എടുത്താൽ ആക്കണം എന്തെങ്കിലും നല്ലത്. കുഴപ്പങ്ങൾ ഉണ്ടോ എന്നുള്ള ആണോ ചോദിക്കുന്നത്? ഡോക്ടർ യാസ്മിൻ ഉത്തരം പറഞ്ഞോളൂ. അത്ര നോമ്പെടുക്കാൻ എഴുതിയിട്ടുള്ളതില്ല. ബാക്ക് പെയിൻ അല്ല, ഉള്ളവർക്ക് അത് നോമ്പെടുത്താൽ എഴുതിയിട്ടുള്ളൂ. ചോദ്യം കംപ്ലീറ്റ് അല്ല, അതാ. ഓക്കെ. ബാക്ക് ഇന്ന് പെയിൻ ഉള്ളവർക്ക് നോമ്പ് എടുക്കാൻ പറ്റുമെന്നാണോ ചോദിക്കുന്നത്? അറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. അത് ഡിസ്ക് ഡിസ്ക് പ്രോബ്ലം ഡിസ്ക് ഉള്ളതാണോ? പ്രോബ്ലം ഉള്ളവർക്ക് ആ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർക്ക് നോമ്പ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നോമ്പെടുക്കാൻ ഒരു കോൺട്രാൻഡിക്കേഷനും ഇല്ല. നിങ്ങൾ ഡിസ്ക് പ്രോബ്ലം ഉള്ള ആളാണ്, MRI ഒക്കെ എടുത്ത് ഓൾറെഡി ഇതാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഡിസ്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ബേസിക്കലി നമ്മൾ പ്രൈമറി ആയിട്ട് കൊടുക്കുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഇനിയിപ്പോൾ അതിന്റെ എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ നമ്മൾ സുബിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പെയിൻ കില്ലേഴ്സ് ഡോക്ടർ പറഞ്ഞ രീതിയിൽ കഴിക്കാം. പിന്നെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ബ്രേസസ് ഉപയോഗിക്കാം. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഡിസ്ക് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് നോമ്പെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലും മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് രാത്രിയിൽ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കാവുന്നതാണ്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും, സാധാരണ ഡിസ്ക് ബാക്ക് പെയിൻ മാത്രമാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിന്റെ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ഒരു ചോദ്യം, എന്നും വൈകുന്നേരം 1 മണിക്കൂറിന് മുകളിൽ നടക്കാറുണ്ട്, നോമ്പിന് എന്ത് ചെയ്യുന്നു? അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം നല്ലത്. അതെ, എന്നും വൈകുന്നേരം നടക്കുന്ന ആൾ ടൈം ഒന്ന് മാറ്റാം. ഇപ്പോ നമ്മുടെ ത്രാവി നിസ്കാരത്തിനൊക്കെ ശേഷം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിലോ ഒക്കെ നമുക്ക് നടക്കാവുന്നതാണ്. ഇനി അതല്ല, ഇഫ്താറിന് മുമ്പ് നടക്കാൻ പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ആ ഒരു സമയം ഉപയോഗപ്പെടുത്താം. അതിനുശേഷം ഇഫ്താറിന് ശേഷം വെള്ളം കുടിച്ച് ആഹാരം കുടിച്ച് നമുക്ക് ആ ക്ഷീണം മാറ്റുകയും ചെയ്യാം. അപ്പോൾ അത് നടത്തം സ്ഥിരമായി നടക്കുന്നവർ നടത്തം ഒഴിവാക്കേണ്ടതില്ല. ടൈം മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ രാവിലെ അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥകളിലൊന്നും നടക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ നടത്തം കണ്ടിന്യൂ ചെയ്ത് തന്നെ ചെയ്യാം, നിർത്തേണ്ടതില്ല. അസ്സലാമു അലൈക്കും. ചോദിച്ചോ. സെറം ക്രിയാറ്റിൻ ലെവല് ബോർഡർ ലൈനുള്ള ആളുകൾക്ക് ഉള്ള ഒരു അഡ്വൈസ് എന്താണ് നോമ്പെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഈ 1.3 1.4 ഒക്കെ ആ റേഞ്ചിലൊക്കെ ബോർഡർ ലൈനുള്ള ആളുകൾക്ക്. നിങ്ങൾ മറ്റേ ഡോക്ടറെ കണ്ടതാണെങ്കിൽ കുഴപ്പമില്ല. ഡോക്ടറെ കാണാത്ത ഒരാളാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടറെ പോയി കാണുക വേണ്ടത്. നെഫ്രോളജി അതുമായി ബന്ധപ്പെട്ട ചികിത്സിക്കുന്ന ഡോക്ടർ കാണണം. ബേസിക്കലി നമ്മൾ അവരിൽ വെള്ളത്തിന്റെ എമൗണ്ട് കുറഞ്ഞു പോകരുത് ഒരിക്കലും. വെള്ളം കറക്റ്റ് ആയിട്ട് മൈക്കൊന്ന് മ്യൂട്ട് ആക്കിയാൽ. അപ്പോൾ ഡോക്ടറെ കാണാത്ത ആളുകളാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. ഡോക്ടർ അഡ്വൈസ് എടുക്കണം. പിന്നെ അതിനുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആളാണെങ്കിൽ റെഗുലർ ആയിട്ട് കഴിക്കണം. നന്നായിട്ട് ആ ഡോക്ടർ പറഞ്ഞ അളവിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ നോമ്പ് ഒഴിവാക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു സമയം ഏകദേശമായി വരുന്നുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൂടി ലാസ്റ്റ് വന്ന്, ഫുഡ് ലേറ്റ് ആകുമ്പോൾ ഹെഡേക്ക് വരുന്നു, ഛർദിയും ഉണ്ടാകുന്നു, നോമ്പ് എടുക്കാമോ? പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം, 9-10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ നോമ്പെടുത്ത് സ്കൂളിൽ പോകുന്നു, വരുമ്പോൾ നല്ല ടയേർഡ് ആകുന്നു, നമുക്ക് പ്രോത്സാഹനം കൊടുക്കാമോ അല്ല വേണ്ടത്? അതിനെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഫുഡ് അത് ഒരു മൈഗ്രെയിൻ അല്ലെങ്കിൽ വാസ്കുലർ ഹെഡേക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ നല്ല ഹെഡേക്ക് ഉണ്ടാവും, രണ്ടാമത്തെ ദിവസം പിന്നെ കുറഞ്ഞു വരും, പിന്നെ വീണ്ടും കുറഞ്ഞു വരും. അപ്പോൾ തീരെ കുറയുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ടാബ്ലറ്റിന് പകരം ടാബ്ലറ്റ് കഴിക്കാതെ പാച്ചോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ എടുത്ത് 2-3 ദിവസം അങ്ങ് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ 2-3 ദിവസം ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ പെയിന്റെ പാച്ച് എടുക്കേണ്ടി വരും. പാച്ച് എടുത്താലും 2-3 ദിവസം കഴിഞ്ഞാൽ അത് യൂഷ്വലി വാസ്കുലർ ഹെഡേക്ക് ഒക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും യൂഷ്വലി. അപ്പം ടാബ്ലറ്റിന് പകരം പാച്ചാക്കി മാറ്റുക, പാച്ച് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിവിധി. പിന്നെ കുട്ടികളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളിൽ ഈ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, മൈക്കൊന്ന് നജീബ്ക്കൊന്ന് മൈക്ക് മ്യൂട്ടേ.
നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ കുട്ടികൾ രാവിലെ സുഹൂറിൽ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം, സുഹൂർ ഉദ്ദേശിക്കുന്നത് അത്താഴം. അത്താഴത്തിൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടില് ചോറും കറി അങ്ങനത്തെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് പകരം ഈ ഓട്സ് അല്ലെങ്കിൽ ബീൻസ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതുപോലെ ഗ്രെയിൻസ്, എന്ത് ഗ്രെയിൻ ആയാലും കുഴപ്പമില്ല, അത് കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിലെന്ന് വെച്ചാൽ അത് സ്ലോ എനർജി റിലീസിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ചെറിയ രീതിയിൽ ഇങ്ങനെ റിലീസായി പോകുന്ന ഒരു പ്രക്രിയ അതിനകത്ത് വരും. അപ്പോൾ ഓർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അവസാനിപ്പിക്കല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഇൻസുലിൻ റെഗുലറായിട്ട് എടുക്കുന്ന ആളുകൾക്ക് നോമ്പ് എടുക്കണോ? പ്രായം 74 വയസ്സായി, മദറിനാണ്. എന്താണ് ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഒന്ന് ക്ലിയർ ആയി. അല്ല, ഇൻസുലിൻ സ്ഥിരമായിട്ട് എടുക്കുന്ന രോഗികൾ നോമ്പ് എടുക്കേണ്ടതുണ്ടോ? 72 വയസ്സായ ഇല്ല, അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. ഇൻസുലിൻ ഉള്ള രോഗികൾ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് എന്താ അറിയോ, നമ്മൾ ഇൻസുലിൻ അടിച്ചില്ലെങ്കിൽ ഒറ്റയടിക്ക് ഷുഗർ ഷൂട്ടപ്പ് ആവും. അതിന് മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നോമ്പ് എടുക്കാതിരിക്കും നന്നാവും അല്ലേ? ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ പ്രത്യേകിച്ച് നോമ്പ് എടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. രാവിലെ രാത്രി ഇൻസുലിൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ്, അതിന്റെ കൂടെ ടാബ്ലറ്റും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കി കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും ഷുഗർ ഡൗൺ ആകും, നല്ല കൂടി പോകുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒഴിവാക്കുന്നതിനാണ്. ഡൗൺ ആവുന്നുണ്ട്, ഇടയ്ക്ക് ഡൗൺ ആവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ്, ആയിക്കോട്ടെ. ഓക്കെ സുബിനെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതിലെന്താ വേറെന്തോ ചോദ്യം ഉണ്ടല്ലോ, നമ്മളെ നോമ്പ് മുറിക്കുമ്പോൾ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണോ? നല്ലതല്ല എന്ന് കേട്ടു. അതുപോലെ വയറ് കുറയ്ക്കാൻ നോമ്പിന് ശ്രദ്ധിക്കേണ്ട. ലെമൺ ജ്യൂസ് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അത് അസിഡിക് ആണ്. കൂടുതലും ആൽക്കലൈനായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. ഈ ആൽക്കലൈനായിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ നോമ്പ് വയറ് കുറയ്ക്കാൻ ഇതുപോലെ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ പ്രോട്ടീൻ എടുത്താൽ മതി. നമ്മൾ സാധാരണ നോർമലി എടുക്കുന്ന പോലെ തന്നെ ലോ കാർബ് ഹൈ പ്രോട്ടീൻ എടുത്താൽ അത് തന്നെ ധാരാളമാണ്. കൂടുതൽ വരിക, അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. വറുത്തത് പൊരിച്ചതുമായിട്ടുള്ള ഈ പറയുന്ന ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ സുബിൻ, വൈൻഡപ്പ് ചെയ്യാം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റോളം നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ വെബിനാറിൽ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം ഉപകാരപ്പെടുന്ന കുറെ അധികം സംസാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. മാത്രമല്ല, ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിൽ വെക്കുകയും നമ്മുടെ നീയത്ത് അതൊരിക്കലും മറക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും നല്ലൊരു റമദാൻ അത് നല്ല രൂപത്തിൽ എടുക്കാനും എല്ലാ കൂലിയും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ ഈ റമദാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. തഖ്വയുള്ള മനുഷ്യനാവാനും ഒരു മുത്തക്കിയാവാനും ആഖിബത്ത് നന്നാക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സഹ പാനലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡോക്ടർ യാസിർ, അതുപോലെ ഷഹൻഷാ, അവർക്കും അതുപോലെ സോഷ്യൽ വെൽഫെയർ വിംഗ് ആണ്, കുവൈത്ത് കേരള ഇസ്ലാമിക് സെന്റർ സോഷ്യൽ വെൽഫെയർ വിംഗ് ആണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്, അതിന്റെ മെഡിക്കൽ വിംഗ് ആണ് പ്രോഗ്രാം നടത്തിയത്. അതിലുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.